ദുർജാതി പ്രസാദ് മുഖർജി. ഈ യൂണിറ്റ് BSOE 142-ൻ്റെ 5th യൂണിറ്റാണ്. അതിനുശേഷം 6th യൂണിറ്റും കൂടി ഇന്ന് കവർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു ലുക്ക് what is in this unit. ദുർജാതി പ്രസാദ് മുഖർജി, ദാറ്റ് ഈസ് DP മുഖർജി. ദുർജാതി പ്രസാദ് മുഖർജിനെ സാധാരണയായിട്ട് പറയുന്നത് DP മുഖർജി എന്നാണ്. ഇനി ഡിസ്ക്രൈബ് ഇത് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദുർജാതി പ്രസാദ് മുഖർജി ഇൻ ദ ഫീൽഡ് ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ ഫീൽഡിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു. അതുപോലെ ദ ബയോളജിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ദുർജാതി പ്രസാദ് മുഖർജി. ദുർജാതി പ്രസാദ് അല്ലെങ്കിൽ DP മുഖർജിയുടെ ബയോളജിക്കൽ വിവരണങ്ങൾ. അതുകൂടാതെ സം ഓഫ് ഹിസ് സെൻട്രൽ ഐഡിയാസ് ഇൻ സോഷ്യോളജി. ഇതാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഹിസ് സെൻട്രൽ ഐഡിയാസ് ഇൻ സോഷ്യോളജി. ആൻഡ് ലാസ്റ്റ് സം ഓഫ് ഹിസ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്. അങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻ യൂണിറ്റ് 1 യു ലേൺഡ് അബൌട്ട് ദ എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചത് സോഷ്യോളജിയുടെ ഉദയം ഇന്ത്യയിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ച. വി ഗേവ് യു എ ബ്രോഡ് ഔട്ട്ലൈൻ ഓഫ് ഹൗ സോഷ്യോളജി കെയിം ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ ഡിസിപ്ലിൻ ഇൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ യു ലേൺഡ് അബൌട്ട് ദ റോൾ പ്ലേഡ് ബൈ സെവറൽ ഇന്ത്യൻ ആൻഡ് ഫോറിൻ സ്കോളേഴ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി ആൻഡ് ഇറ്റ്സ് ലിങ്ക് വിത്ത് സോഷ്യൽ ആന്ത്രപ്പോളജി ആൻഡ് ഇൻഡോളജി. പിന്നെ അതിനുശേഷം നമ്മൾ ലക്നൗ സ്കൂളിനെ കുറിച്ച് പഠിച്ചപ്പോൾ അവിടെ ഒരു ത്രിമൂർത്തികൾ വന്നായിരുന്നു. ആ ലക്നൗ സ്കൂളിൻ്റെ പ്രവർത്തനത്തിൽ ശക്തിമത്തായിട്ട് സഹായം ചെയ്ത ത്രിമൂർത്തികളെ കുറിച്ച് പഠിച്ചായിരുന്നു. അപ്പോൾ അതിൽ ഉള്ള ഒരു മെയിൻ വ്യക്തിയാണ് DP മുഖർജി. DP Mukherjee was a Marxist who analyzed Indian history in terms of a dialectical process. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിന് അദ്ദേഹം ഡയലക്റ്റിക്കൽ പ്രോസസ്സിൽ കൂടി ആണ് നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത്. അപ്പോൾ DP മുഖർജി വാസ്തവത്തിൽ അദ്ദേഹം ഒരു മാർക്സിസ്റ്റുകാരനായിരുന്നു. ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയലക്റ്റിക്കൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും: ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി, അതുപോലെ തന്നെ കൊളോണിയലിസം ആൻഡ് നാഷണലിസം, പിന്നെ ഇൻഡിവിജ്വലിസം ആൻഡ് കളക്ടിവിസം could be seen as dialectically interacting with each other. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരസ്പരം ഇൻറ്ററാക്ട് ചെയ്യണ ഒന്നാണ് ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി, അതുപോലെ കൊളോണിയലിസം ആൻഡ് നാഷണലിസം, ഇൻഡിവിജ്വലിസം ആൻഡ് കളക്റ്റീവ്. Here we will give you a biographical sketch of DP Mukherjee. This will help you to understand his central ideas in their proper perspectives. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെൻട്രൽ ഐഡിയാസിൻ്റെ പ്രോപ്പർ പെർസ്പെക്റ്റീവ്സ്, ഒരു ശരിയായിട്ടുള്ള കാഴ്ചപ്പാട് കിട്ടാൻ ബയോളജിക്കൽ അല്ലെങ്കിൽ ബയോഗ്രാഫിക്കൽ സ്കെച്ചും കൂടി നോക്കുന്നത് വളരെ നല്ലതാണ്. DP മുഖർജി വാസ് പോപ്പുലർലി നോൺ ആസ് DP. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരിലല്ല സാധാരണ വിളിച്ചിരുന്നത്, DP എന്നുള്ള ആണ് അദ്ദേഹം സാധാരണയായിട്ട് അറിയപ്പെട്ടിരുന്നത്. ഹി വാസ് ബോൺ ഇൻ 1894 ഇൻ എ മിഡിൽ ക്ലാസ് ബ്രാഹ്മിൻ ഫാമിലി ഓഫ് ബംഗാൾ. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഈ ബയോളജിക്കൽ സ്കെച്ചിൽ നിന്ന് നമുക്ക് നോക്കാം. ഹി റോട്ട് സെവറൽ ബുക്സ് ആൻഡ് ആർട്ടിക്കിൾസ് ഇൻ ഡൈവേഴ്സ് ഫീൽഡ്. പല ഫീൽഡിലേക്കുള്ള ധാരാളം ബുക്സും ആർട്ടിക്കിൾസും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഹി വാച്ച്ഡ് പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് വിത്ത് ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ബട്ട് വാസ് നോട്ട് എ പൊളിറ്റീഷ്യൻ ഇൻ എനി സെൻസ്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, അപ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷം അദ്ദേഹം വാച്ച്ഡ് പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ്, ധാരാളം പൊളിറ്റിക്കൽ മൂവ്മെന്റ്സും വാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ഗ്രേറ്റ് ഇൻട്രസ്റ്റ്, വളരെ താല്പര്യത്തോടു കൂടിയാണ് ഈ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സിനെയൊക്കെ അദ്ദേഹം വീക്ഷിച്ചിട്ടുള്ളത്. ബട്ട് വാസ് നോട്ട് എ പൊളിറ്റീഷ്യൻ ഇൻ എനി സെൻസ്. പക്ഷേ അദ്ദേഹം പൊളിറ്റിക്കൽ മൂവ്മെന്റ്സിന് വളരെ താല്പര്യത്തോടു കൂടി നോക്കിയിരുന്നെങ്കിലും അദ്ദേഹം ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു പൊളിറ്റീഷ്യൻ അല്ലായിരുന്നു. ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ 2 നാഷണൽ ലീഡേഴ്സ്. പക്ഷേ അദ്ദേഹം 2 ദേശീയ നേതാക്കളാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടത്. ഒന്ന് റാഫി അഹമ്മദ് കിദ്വായ് ആൻഡ് ജവഹർലാൽ നെഹ്റു. ഹി യൂസ് ടു കറസ്പോണ്ട് വിത്ത് നെഹ്റു. ആസ് ആൻ ഇന്റലക്ച്വൽ ഹി ഡിഡ് നോട്ട് ഹാവ് എ closest mind. He brought refinement of his subject. He was influenced by many, but till the end he remained a scholar who influenced many others. അപ്പോൾ ഒത്തിരി പേരെ ഇൻഫ്ലുവൻസ് ചെയ്യണ ഒരു
വലിയ ഇന്റലക്ച്വലായിട്ട് മാറി അദ്ദേഹം അറ്റ് ലാസ്റ്റ്. ഇനി അദ്ദേഹത്തിന്റെ സെൻട്രൽ ഐഡിയാസ് മാർക്സിസം അക്കോർഡിംഗ് ടു DP മുഖർജി helped one to understand the historical developments, but it could not offer a satisfactory solution to human പ്രോബ്ലംസ്. അപ്പൊ അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് ആയിരുന്നെന്ന് ആശയക്കാരനായിരുന്നെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മാർക്സിസം എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു DP മുഖർജി ഹെൽപ്ഡ് വൺ ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സ് വെൽ. ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് നന്നായി മനസ്സിലാക്കാനായിട്ട് നമ്മളെ മാർക്സിസം സഹായിക്കുമെങ്കിലും ഇറ്റ് കുഡ് നോട്ട് ഓഫർ എ സാറ്റിസ്ഫാക്ടറി സൊല്യൂഷൻ ടു ഹ്യൂമൻ പ്രോബ്ലംസ്. ഈ മാർക്സിസം ഒരിക്കലും ഹ്യൂമൻ പ്രോബ്ലംസിന് ഒരു തൃപ്തികരമായിട്ടുള്ള പരിഹാരം കാണിച്ചു കൊടുക്കാനായിട്ട് പോരുന്നതായിരുന്നില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അപ്പൊ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ നല്ലതാണ് മാർക്സിസം. പക്ഷേ സാറ്റിസ്ഫാക്ടറി സൊല്യൂഷൻ ടു ഹ്യൂമൻ പ്രോബ്ലംസ് അത് മാർക്സിസത്തിന് പറ്റാത്തൊരു കാര്യമാണ്. ദാറ്റ് സൊല്യൂഷൻ വാസ് ടു ബി ഫൗണ്ട് ഇൻ ദ റീജനറേഷൻ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഇന്ത്യസ് നാഷണൽ കൾച്ചർ. അപ്പൊ ഈ സൊല്യൂഷൻസ് ഹ്യൂമൻ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് വാസ് ടു ബി ഫൗണ്ട് ഇൻ ദ റീജനറേഷൻ ആൻഡ് റീഇന്റർപ്രിറ്റേഷൻ ഓഫ് ഇന്ത്യസ് നാഷണൽ കൾച്ചർ. ഇന്ത്യയുടെ നാഷണൽ കൾച്ചറിന്റെ റീജനറേഷനും റീഇന്റർപ്രിറ്റേഷനിൽ കൂടി മാത്രമേ ഈ ഹ്യൂമൻ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സൊല്യൂഷൻസ് കാണാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി വാസ് ഒപ്പോസ് ടു ദ പോസിറ്റിവിസം ഓഫ് മോഡേൺ സോഷ്യൽ സയൻസ്. മോഡേൺ സോഷ്യൽ സയൻസിലെ പോസിറ്റിവിസത്തിനെ അദ്ദേഹം ഒപ്പോസ് ചെയ്തിരുന്നു. ആൻഡ് ഈ മോഡേൺ പോസിറ്റിവിസം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ റെഡ്യൂസ്ഡ് ഇൻഡിവിജ്വൽസ് ഇൻസു ബയോളജിക്കൽ ഓർ സൈക്കോളജിക്കൽ യൂണിറ്റ്സ്. ഇൻഡിവിജ്വൽസിനെ, വ്യക്തികളെ ഒരു താഴേക്കടയിലേക്ക് വെറുതെ ബയോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ യൂണിറ്റ്സ് ആക്കി മാറ്റും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അതിനെ ഒപ്പോസ് ചെയ്തിരുന്നു. പോസിറ്റിവിസം എന്നുള്ള ഐഡിയ അദ്ദേഹം ഒപ്പോസ് ചെയ്തിരുന്നു. ദ ഇൻഡസ്ട്രിയൽ കൾച്ചർ ഓഫ് ദ വെസ്റ്റ് ഹാഡ് ടേൺഡ് ഇൻഡിവിജ്വൽസ് ഇൻ ടു സെൽഫ് സീക്കിംഗ് ഏജൻസ്. അപ്പൊ ഇൻഡസ്ട്രിയൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ കൾച്ചർ ഓഫ് ദ വെസ്റ്റിന്റെ ഇൻഡസ്ട്രിയൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ അത് ഇൻഡിവിജ്വൽസിനെ സ്വാർത്ഥതയുള്ളവരാക്കി മാറ്റുന്ന, സെൽഫ് സീക്കിംഗ് ഏജൻസ് ആക്കി മാറ്റുന്ന ഒന്നായിരുന്നു. ദ സൊസൈറ്റി ഇൻ ദ വെസ്റ്റ് ഹാഡ് ബിക്കം എത്തനോസെൻട്രിക്. അപ്പൊ വെസ്റ്റിലെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അത് എത്തനോസെൻട്രിക് ആണ്. അവിടെ ഇൻഡിവിജ്വലിസത്തിനാണ് കൂടുതൽ. ഗ്രൂപ്പായിട്ട് ഒരു കാര്യവും പരിഗണിക്കുന്നില്ല, വ്യക്തി അടിസ്ഥാനത്തിലാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ബൈ എംഫസൈസിങ് ഇൻഡിവിജ്വൽസം അല്ല, ബൈ എംഫസൈസിങ് ഇൻഡിവിഡേഷൻ. ഇത് വേറൊരു വാക്കാണ്. അതിന്റെ മീനിങ് റെക്കഗ്നേഷൻ ഓഫ് ദ റോൾസ് ആൻഡ് റൈറ്റ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽസ്. ഇൻഡിവിഡേഷൻ എന്ന് പറഞ്ഞാൽ റെക്കഗ്നേഷൻ ഓഫ് ദ റോൾസ് ആൻഡ് റൈറ്റ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ. വ്യക്തിയുടെ റോൾസും റൈറ്റ്സും ഒക്കെ എന്താണെന്ന് തിരിച്ചറിയുന്ന അതിനുപയോഗിക്കുന്ന വേർഡാണ് ഇൻഡിവിഡേഷൻ. അപ്പൊ ബൈ എംഫസൈസിങ് ഇൻഡിവിഡേഷൻ പോസിറ്റിവിസം ഹാഡ് അപ്രൂവ്ഡ് ദ സോഷ്യൽ ആംഗേഴ്സ് ഓഫ് ഹ്യൂമാനിറ്റി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ്, റോൾ ഓഫ് ട്രഡീഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി. അദ്ദേഹത്തിന്റെ റോൾ ഓഫ് ട്രഡീഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി, അതാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഐഡിയ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുഖർജി ഹെൽഡ് ദാറ്റ് ഈ DP മുഖർജിനെ കുറിച്ച് പരീക്ഷയ്ക്ക് സാധാരണ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ഈ നമുക്ക് തന്നിരിക്കുന്ന ഈ പോർഷൻസിൽ നിന്ന് ചോദിക്കൽ കുറവായിരിക്കും. കൂടുതലും ഷോർട്ട് നോട്ട്സ് ചോദിക്കാനായിട്ട് ഒത്തിരി ചാൻസസ് ഉള്ള ഒരു യൂണിറ്റ് ആണിത്. അപ്പൊ റോൾ ഓഫ് ട്രഡീഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി. മുഖർജി ഹെൽഡ് ദാറ്റ് ട്രഡീഷൻ വാസ് ദ മെയിൻ സ്പ്രിങ് ഓഫ് കൾച്ചർ. അപ്പൊ മുഖർജിയുടെ അഭിപ്രായത്തിൽ ഹി ഹെൽഡ് ദാറ്റ് ട്രഡീഷൻ വാസ് ദ മെയിൻ സ്പ്രിങ് ഓഫ് കൾച്ചർ. കൾച്ചറിന്റെ ഒരു പ്രധാന സ്രോതസ്സാണ് ട്രഡീഷൻ, നമ്മുടെ പാരമ്പര്യം. അത് കൾച്ചറിന്റെ ഒരു മെയിൻ സ്പ്രിങ് അല്ലെങ്കിൽ ഒരു പ്രധാന സ്രോതസ്സാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻഡിവിജ്വൽസ് ഡ്രൂ ദെയർ നറിഷ്മെന്റ് ഫ്രം ദ ട്രഡീഷൻ. അപ്പൊ ഇൻഡിവിജ്വൽസിന് അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഈ ട്രഡീഷനിൽ നിന്നാണ്. ദ ഇൻഡിവിജ്വൽസ് ഡ്രൂ ദെയർ നറിഷ്മെന്റ് ഫ്രം ദ ട്രഡീഷൻ. ദേ ഡിഡ് നോട്ട് ലോസ് എ സെൻസ് ഓഫ് purpose or direction. But tradition often become a dead weight as in India. Also people made a fetish of it.
ദാറ്റ് ഈസ് ദേ ഐഡിയലൈസ്ഡ് ഇറ്റ് ആൻഡ് വർഷിപ്ഡ് ഇറ്റ്. വെറുതെ ട്രഡീഷനെ ആചരിക്കുകയോ അല്ലെങ്കിൽ വർഷിപ്പ് ചെയ്യുകയോ സ്തുതിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് കാര്യമില്ല. അത് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. അപ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുക. കൾച്ചറൽ സ്റ്റാഗ്നേഷൻ വാസ് bound to result on account of the people's uncritical attitude towards it. Therefore, individuation must also be encouraged. ഇവിടെ ഇൻഡിവിഡേഷനും നമ്മൾ എൻകറേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദ ഇൻഡിവിജ്വൽസ് ക്യാൻ റിക്രിയേറ്റ് കൾച്ചർ ബൈ ഇൻഫ്യൂസിങ് ഇറ്റ് വിത്ത് ന്യൂ വിക്കർ. അപ്പൊ ഇൻഡിവിജ്വൽസിന് അവരുടെ കൾച്ചർ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിൽ നിന്ന് കൂടുതൽ നേട്ടങ്ങൾ സൊസൈറ്റിക്ക് കിട്ടുകയും ചെയ്യും. ദ ഇൻഡിവിജ്വൽ ഈസ് ടു ബി നൈദർ ടോട്ടലി ഫ്രീ നോർ അൺഫ്രീ. അപ്പൊ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അവൻ ഫ്രീയും അല്ല, അതുപോലെ അൺഫ്രീയും അല്ല. ചിലയിടത്തൊക്കെ കെട്ടപ്പെട്ട് കിടക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ എങ്ങനെ നടക്കണം ആ കാര്യങ്ങൾ അനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് ഇൻഡിവിജ്വൽസ് ആർ നൈദർ ടോട്ടലി ഫ്രീ നോർ അൺഫ്രീ. പൂർണ്ണമായിട്ടും ഫ്രീയോ അൺഫ്രീയോ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫോർ ദ എവല്യൂഷൻ ഓഫ് എ ഹെൽത്തി പേഴ്സണാലിറ്റി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഫോർ ദ എവല്യൂഷൻ ഓഫ് എ ഹെൽത്തി പേഴ്സണാലിറ്റി, ഒരു ആരോഗ്യമുള്ള വ്യക്തിത്വം ലഭിക്കണമെങ്കിൽ ഫോർ ദ എവല്യൂഷൻ ഓഫ് എ ഹെൽത്തി പേഴ്സണാലിറ്റി ദർ മസ്റ്റ് ബി എ ബാലൻസ് ബിറ്റ്വീൻ ഇൻഡിവിഡേഷൻ ആൻഡ് സൊസൈറ്റിയേഷൻ. അപ്പൊ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണമെന്ന് ഇൻഡിവിഡേഷനും അതുപോലെ സോസിയേഷനും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടായാൽ മാത്രമേ ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി എവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കിയാൽ സോഷ്യലൈസേഷൻ അല്ല, സോസിയേഷൻ ഈസ് ദ ബോണ്ട് ഓഫ് ദ ഇൻഡിവിജ്വൽ വിത്ത് സൊസൈറ്റി. അപ്പൊ സോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബോണ്ട് ഓഫ് ദ ഇൻഡിവിജ്വൽ വിത്ത് സൊസൈറ്റി. സൊസൈറ്റി ആയിട്ട് വ്യക്തിക്കുള്ള ഒരു ബോണ്ടിനെയാണ് സോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ബാലൻസ് പേഴ്സണാലിറ്റി ലഭിക്കണമെങ്കിൽ there must be a ബാലൻസ് ബിറ്റ്വീൻ ഇൻഡിവിഡേഷൻ ആൻഡ് സോസിയേഷൻ. ഇൻഡിവിഡേഷനും അതുപോലെ സോസിയേഷനും തമ്മിൽ ഒരു നല്ല ബോണ്ട് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഹെൽത്തി പേഴ്സണാലിറ്റി ഫോം ചെയ്യാൻ പറ്റുള്ളൂ. സോസിയേഷൻ ഈസ് ദ ബോണ്ട് ഓഫ് ദ ഇൻഡിവിജ്വൽ വിത്ത് സൊസൈറ്റി. ഇൻഡിവിജ്വൽസ് ഫ്രീഡം മസ്റ്റ് നോട്ട് ബി അനാർക്കി ബട്ട് എ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ഓഫ് ദ ട്രഡീഷൻ. ഇനി അടുത്ത അദ്ദേഹത്തിന്റെ ഐഡിയയാണ് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി. Mukherjee did not commend to Indians the positivistic construction of personality. The Western personality made a fetish of achievement. Western personality made a fetish of achievement. Science and technology had been harnessed to great improvements in the living conditions. അപ്പോൾ സയൻസും അതുപോലെ ടെക്നോളജിയൊക്കെ ഇമ്പ്രൂവ് ചെയ്തപ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ നോക്കിയാൽ അവിടെ ആളുകളുടെ എവിടെ ഏത് സ്ഥലത്തായാലും അവിടെയുള്ള ആളുകളുടെ ലിവിങ് കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഗ്രേറ്റ് ഇംപ്രൂവ്മെന്റ്സ് ഇൻ ദ ലിവിങ് കണ്ടീഷൻസ് ഓഫ് മാസസ് ഡ്യൂ ടു ദ achievement of science and technology. The capacity of human being to control nature and use it to their advantage are notable achievements of the modern age. പക്ഷേ മോഡേൺ ഏജിന്റെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ദ കപ്പാസിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ടു കൺട്രോൾ നേച്ചറിനെ കൺട്രോൾ ചെയ്യാനുള്ള മാനവരാശിയുടെ കപ്പാസിറ്റി, അതുപോലെ തന്നെ ആൻഡ് യൂസ് ഇറ്റ് ടു ദെയർ അഡ്വാൻറ്റേജ് ആൻഡ് നോട്ടബിൾ അച്ചീവ്മെന്റ്സ്. എന്നിട്ട് ഈ കപ്പാസിറ്റിയെ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുക? ടു ദെയർ അഡ്വാൻറ്റേജ് ആൻഡ് നോട്ടബിൾ അച്ചീവ്മെന്റ് ഓഫ് ദ മോഡേൺ ഏജ്. മോഡേൺ ഏജിന്റെ അഡ്വാൻറ്റേജിനും നന്മയ്ക്കും അതുപോലെ നോട്ടബിൾ അറിയപ്പെടുന്ന വിജയത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രയോഗിക്കുക ഈ കപ്പാസിറ്റി. അപ്പോഴാണ് അച്ചീവ്മെന്റ് ശരിക്കുള്ള നല്ലൊരു ഇംപ്രൂവ്മെന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഹവർ ദ വെസ്റ്റേൺ അപ്രോച്ച് കുഡ് നോട്ട് ലീഡ് ടു ആൻ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ്. പക്ഷേ ഈ വെസ്റ്റേൺ അപ്രോച്ച് അനുസരിച്ച് ഒരു ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് അല്ല അവിടെ രാജ്യത്ത് ഉണ്ടാകുന്ന, വ്യക്തിഗത ഡെവലപ്മെന്റ്സ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ഫോർ ആൻ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ദർ വാസ് നീഡ് ഫോർ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഫോർ ആൻ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റിയുടെ ഒരു പരിപൂർണ പുരോഗതിക്ക്, ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ദർ വാസ് നീഡ് ഫോർ എ ബാലൻസ് ബിറ്റ്വീൻ
ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ ഫ്രീഡം. ടെക്നോളജിക്കൽ ഡെവലപ്മെന്റും ഹ്യൂമൻ ഫ്രീഡവും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടായാൽ മാത്രമോ, അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമോ ഒരു ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ഫോം ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഫോർ ആൻ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി, അപ്പോൾ പേഴ്സണാലിറ്റിയുടെ ഒരു ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റിന് വേണ്ടി എന്താണ് അത്യാവശ്യമുള്ളത്? വാസ് നീഡ് ഫോർ എ ബാലൻസ് ബിറ്റ്വീൻ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ ഫ്രീഡം. അപ്പൊ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റും ഹ്യൂമൻ ഫ്രീഡവും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. അതാണ് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റിനെ സാധ്യമാക്കുന്നത്. ഈവൻ എ സോഷ്യലിസ്റ്റ് സൊസൈറ്റി സച്ച് ആസ് സോവിയറ്റ് റഷ്യ ഹാഡ് ഫെയിൽഡ് ടു ഇവോൾവ് എ ബാലൻസ്ഡ് പേഴ്സണാലിറ്റി. Therefore, the individuals had been dominated by the state or the political party. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി DP മുഖർജീസ് ഡയലക്റ്റിസം വാസ് റൂട്ടഡ് ഇൻ ഹ്യൂമാനിസം വിച്ച് കട്ട് അക്രോസ് നാരോ എത്നിക് ഒരു നാഷണൽ കൺസിഡറേഷൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഡയലക്റ്റിസത്തിൽ റൂട്ട് ചെയ്തിട്ടുള്ള ഹ്യൂമാനിസം എന്ന് പറഞ്ഞാൽ അത് നാരോ എത്നിക് അല്ലെങ്കിൽ നാരോ നാഷണൽ കൺസിഡറേഷനിലൊക്കെ വളരെ മുകളിലുള്ള ഒന്നായിരുന്നു. ഇൻ ദ വെസ്റ്റ് ദ ഇൻഡിവിജ്വൽസ് ഹാഡ് ബിക്കം ഐദർ അഗ്രസീവ് ഓർ ഡോസിൽ. അപ്പൊ അവിടെ വെസ്റ്റിലാണെങ്കിൽ ഒക്കെ ഇൻഡിവിജ്വലിസത്തിനാണ് അവിടെ കൂടുതൽ പ്രാധാന്യം, വ്യക്തിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽസ് ഹാഡ് ബിക്കം ഐദർ അഗ്രസീവ്, ഒന്നില്ലെങ്കിൽ അഗ്രസീവ് ആയിരിക്കും അല്ലെങ്കിൽ ഡോസിലായിരിക്കും. ദ വെസ്റ്റേൺ പ്രോഗ്രസ് വാസ് ഡിവോയ്ഡ് ഓഫ് ഹ്യൂമാനിസം. ദ റിനൈസൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഹാഡ് ഫ്രീഡ് individuals from the grip of stagnant medieval tradition, but at the same time reduce the humanistic content of progress. അപ്പൊ പഴയ റിനൈസൻസും ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും ഒക്കെ വെസ്റ്റിലെ ആളുകളുടെ അവിടെ പുരോഗതി ഉണ്ടാക്കി. ഒരു മെഡീവൽ ട്രഡീഷൻ, അതിൽ കുറെ പുരോഗതികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അവിടെ റെഡ്യൂസ് ദ ഹ്യൂമാനിസ്റ്റിക് കണ്ടന്റ് ഓഫ് പ്രോഗ്രസ്. ആ പ്രോഗ്രസ്സിൽ ഒരു മാനവികത്വം, ഒരു മനുഷ്യത്വം ഉള്ള ഒരു പ്രോഗ്രസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദ മോഡേൺ നാഷണലിസം ഈസ് എസെൻഷ്യലി നർച്ചേർഡ് ഇൻ ദ പോസിറ്റിവിസ്റ്റിക് ആസ്പെക്ട് ഓഫ് ദ വെസ്റ്റ്. ഇറ്റ് കുഡ് നോട്ട് ബി ആൻ അപ്രോപ്രിയേറ്റ് മോഡൽ ഫോർ ഇന്ത്യ. അപ്പൊ മോഡേൺ നാഷണലിസം എന്ന് പറഞ്ഞാൽ ഈസ് എസെൻഷ്യലി നർച്ചേർഡ് ഇൻ ദ പോസിറ്റിവിസ്റ്റിക് ആസ്പെക്ട്സ് ഓഫ് ദ വെസ്റ്റ്. വെസ്റ്റിന്റെ പോസിറ്റിവിസ്റ്റിക് ആസ്പെക്റ്റിനെ ആശ്രയിച്ചാണ് മോഡേൺ നാഷണലിസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ബട്ട് ഇറ്റ് കുഡ് നോട്ട് ബി ആൻ അപ്രോപ്രിയേറ്റ് മോഡൽ ഫോർ ഇന്ത്യ. വെസ്റ്റേൺ മോഡല് നമുക്കൊരു യോജിച്ച മോഡലാണെന്ന് പറയാൻ പറ്റില്ല. ബിസൈഡ്സ് India's middle class were a product of Western impact on India. ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ അതൊരു വെസ്റ്റേൺ പ്രോഡക്റ്റ് ആണ്. കാരണം അവർ വന്ന് എഡ്യൂക്കേഷനൊക്കെ നൽകി കഴിഞ്ഞപ്പോൾ അവരോട് ചേർന്ന് നിന്നിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു കൂട്ടരായിട്ട് വരും മിഡിൽ ക്ലാസ്. അതുകൊണ്ട് തന്നെ ഈ ബിസൈഡ്സ് ഇന്ത്യസ് മിഡിൽ ക്ലാസ്സസ് വേറെ പ്രൊഡക്റ്റ് ഓഫ് വെസ്റ്റേൺ ഇമ്പാക്ട് ഓൺ ഇന്ത്യ. വെസ്റ്റേൺ ഇമ്പാക്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയതിൻ്റെ ഒരു പ്രൊഡക്ഷനായിട്ട് മാറും നമ്മുടെ മിഡിൽ ക്ലാസ്. ദേ വേർ അപ്രൂട്ടഡ് ഫ്രം ദെയർ ഓൺ ഇൻഡിജീനിയസ് ട്രഡീഷൻ. അപ്പൊ അവരുടേതായ നാട്ടിലുള്ള ട്രഡീഷൻസിനൊക്കെ നിന്നൊക്കെ അകന്ന് വെസ്റ്റേൺ ട്രഡീഷനെ സ്വീകരിക്കാനായിട്ട് ഉള്ള ഒരു തന്ത്രപ്പാടിലായിരുന്നവര്. അവരുടെ ആ കൾച്ചർ എന്താണോ അതിനനുസരിച്ച് ജീവിക്കാൻ നോക്കി. ദേ വെർ അപ്രൂട്ടഡ് ഫ്രം ദെയർ ഓൺ ഇൻഡിജീനിയസ് ട്രഡീഷൻ. ദേ ഹാഡ് ലോസ്റ്റ് കോണ്ടാക്ട് വിത്ത് ദ മാസസ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ മാസസ് ജനകോടികളുമായിട്ട് അകലാൻ തുടങ്ങി. മറ്റുള്ളവർക്ക് ഫേവറായിട്ട് അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അവരുടെ തന്നെ ഉയർച്ച എന്ന് പറഞ്ഞാൽ അത് ഈ വെസ്റ്റേൺ പീപ്പിൾസിനെ പ്രീതിപ്പെടുത്തിയാലാണ് അവർക്ക് ഉയർച്ച എന്നുള്ള ഒരു ധാരണ ഉണ്ടായതുകൊണ്ട് ദേ ഹാഡ് ലോസ്റ്റ് കോണ്ടാക്ട് വിത്ത് ദ മാസസ്. ഇന്ത്യ കുഡ് ബിക്കം എ മോഡേൺ nation if the middle classes re-establish their links with the masses. അപ്പൊ അവരെ ഈ മോഡേൺ നേഷൻ, നമ്മളുടെ നേഷൻ ഒരു മോഡേൺ നേഷൻ ആകണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം ഈ മിഡിൽ ക്ലാസ് അവരുടെ പാശ്ചാത്യ ചിന്താഗതിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളുടെ
ഇവിടെ ജനതയായിട്ട് ഒത്തുചേർന്ന് അവരുടെ ട്രഡീഷനുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓൺലി ദെൻ എ ജെനുവിൻ ഡെവലപ്മെന്റ് വാസ് പോസിബിൾ. അങ്ങനെയുള്ള കണ്ടീഷനിൽ മാത്രമേ ശരിക്കുമുള്ള ഒരു പുരോഗതി ഇവിടെ സാധ്യമാവുള്ളൂ. ഫോർ DP മുഖർജി ഗ്രോത്ത് വാസ് എ മിയർ ക്വാണ്ടിറ്റേറ്റീവ് അച്ചീവ്മെന്റ്. വളർച്ച എന്ന് പറഞ്ഞാൽ DP മുഖർജിയുടെ അഭിപ്രായത്തിൽ അത് വെറുതെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അച്ചീവ്മെന്റ് ആണ്, വെറുതെ അളവ് നോക്കിയിട്ട്. അങ്ങനെയുള്ള ഒരു എത്രമാത്രം വളർന്ന് അങ്ങനെ അതൊരു ക്വാണ്ടിറ്റേറ്റീവ് അച്ചീവ്മെന്റ് മാത്രമായിട്ട് മാറുകയാണ്. ഡെവലപ്മെന്റ് വാസ് എ ക്വാളിറ്റേറ്റീവ് ടേം ഡിനോട്ടിങ് വാല്യൂ ബേസ്ഡ് പ്രോഗ്രസ്. അപ്പൊ വാല്യൂ ബേസ്ഡ്, അതായത് മൂല്യാധിഷ്ഠിത പുരോഗതി എന്ന് പറയുന്നത് അതാണ് ഒരു ക്വാളിറ്റേറ്റീവ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണ് ഒരു ക്വാളിറ്റേറ്റീവ് ടേം. അതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഡെവലപ്മെന്റ് വാസ് എ ക്വാളിറ്റേറ്റീവ് ടേം ഡിനോട്ടിങ് വാല്യൂ ബേസ്ഡ് പ്രോഗ്രസ്. അവിടെ മൂല്യാധിഷ്ഠിത പുരോഗതി, അതാണ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ വെറുതെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മിയർ ക്വാണ്ടിറ്റേറ്റീവ് അച്ചീവ്മെന്റ് അക്കോർഡിംഗ് ടു DP മുഖർജി. ഇനി ബ്രീഫ്ലി ഡിസ്ക്രൈബ് DP മുഖർജീസ് ഐഡിയാസ് ഓഫ് സോഷ്യോളജി. അതുപോലെ 2 ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അക്കോർഡിംഗ് ടു DP മുഖർജി വാട്ട് ആർ ദ പ്രീ റിക്വസിറ്റ് ഫോർ ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി. 2 കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, അത് നോക്കി പഠിച്ചേക്കുക. DP മുഖർജീസ് വ്യൂസ് ഓൺ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇനി അദ്ദേഹത്തിന്റെ അടുത്ത വ്യൂസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. DP മുഖർജി വാസ് ഇൻവോൾവ് ഇൻ ഡിക്റ്റിംഗ് ഹിന്ദു മുസ്ലിം റിലേഷൻസ്. His search for truth led him to discover humanistic and spiritual unity in the diversities of Indian culture. അപ്പൊ അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ അദ്ദേഹം ഈ ഹിന്ദു മുസ്ലിം റിലേഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ it led him to discover humanistic and spiritual unity in the diversities of Indian culture. ഇന്ത്യൻ കൾച്ചറിൽ വളരെയധികം വൈവിധ്യം ഉണ്ടെങ്കിലും അവിടെ ഹ്യൂമാനിസ്റ്റിക് ആൻഡ് സ്പിരിച്വൽ യൂണിറ്റി കാണാൻ സാധിച്ചു. ഹി വാസ് examining many of the areas within the broad framework of Hindu-Muslim interactions. അപ്പോൾ ഹിന്ദു മുസ്ലിം ഇന്ററാക്ഷൻസ് പല ഏരിയയിലും വിശകലനം ചെയ്തിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കൺക്ലൂഷനിലെത്തിയത്. There is spiritual unity, അതുപോലെ ഹ്യൂമാനിസ്റ്റിക് യൂണിറ്റി ഇൻ ദ ഡൈവേഴ്സിറ്റീസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ എന്നുള്ളത്. ഇനി there were 3 areas of interactions which were worthy of note. അപ്പൊ ഈ ഹിന്ദു മുസ്ലിം ഇന്ററാക്ഷനിൽ അദ്ദേഹം 3 തരത്തിലുള്ള ഇന്ററാക്ഷൻ ആണ് കാണുന്നത്. ഒന്ന് പൊളിറ്റിക്കലി, സെക്കൻഡ് ഇൻ എക്കണോമിക് റിലേഷൻസ്, ആൻഡ് തേർഡ് ഇൻ കൾച്ചറലി റിലേഷൻസ്. ഈ 3 കാര്യത്തിലും അവിടെ യൂണിറ്റി അദ്ദേഹം കാണുകയുണ്ടായി. അപ്പൊ ഇതൊക്കെ ഡൈവേഴ്സിറ്റിയിൽ യൂണിറ്റി കാണുന്ന ഒരു mentality. Mukherjee noted that the Hindu mind thought in terms of cycles. Mukherjee നോട്ട് ചെയ്ത ഒരു പ്രത്യേക കാര്യം, ഹിന്ദു മൈൻഡ് എന്ന് പറയുന്ന തോട്ട് ഇൻ ടേംസ് ഓഫ് സൈക്കിൾസ്, ഒരു സൈക്കിൾസ് ആയിട്ട് പോകുന്നതായിട്ടാണ് ഓരോ ടേംസും അവരിൽ. ഹിന്ദു മൈൻഡിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദ ഗുഡ് ആൻഡ് ദ ബാഡ് സക്സീഡ് ടീച്ച് അതർ. ചിലപ്പോൾ നല്ലത് വരും, പിന്നെ അത് കഴിഞ്ഞ് മോശമാവും, ചിലപ്പോൾ മോശം മാറി നല്ലത് വരും. അങ്ങനെ ഒരു സൈക്കിളായിട്ട് പോകുന്ന ഒരു പ്രോസസ്സാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ദ ഹിന്ദുസ് ഹാഡ് എ ഫാറ്റലിസ്റ്റിക് വ്യൂ. വിധിയെ ആശ്രയിക്കുന്ന, അതാണ് ഫാറ്റലിസ്റ്റിക് വ്യൂ എന്ന് പറയുന്നത്. വിധി എന്താണ്, അത് നടക്കും. ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നത് മുൻവിധി അനുസരിച്ച് കാര്യങ്ങൾ നടക്കൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അതാണ് ഹിന്ദുസ് ഹാഡ് എ ഫാറ്റലിസ്റ്റിക് വ്യൂ. ഫർദർ ദ ഹിന്ദു വേൾഡ് വ്യൂ വാസ് ദ പ്രൊഡക്റ്റ് ഓഫ് എ ഡിസ്റ്റിങ്ക്റ്റീവ് ടെറിട്ടറി, എ സബ് കോണ്ടിനെന്റ്. ഇസ്ലാം ബൈ ഹിന്ദു വേൾഡ് വ്യൂ വാസ് ദ പ്രൊഡക്റ്റ് ഓഫ് എ ഡിസ്റ്റിങ്ക്റ്റീവ് ടെറിട്ടറി. പക്ഷെ ഹിന്ദു വേൾഡ് വ്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റീവ് ടെറിട്ടറി, എ സബ് കോണ്ടിനെന്റ്. ഇസ്ലാം ബൈ കോൺട്രാസ്റ്റ്, ഇസ്ലാം ഇതിനൊക്കെ എതിരായിട്ട് വാസ് എ മൾട്ടി എത്നിക് ആണ്, മൾട്ടി നാഷണൽ റിലീജിയനും ആണ്. ഹിന്ദു അപ്രോച്ച് ടു നാഷൻഹുഡ് വാസ് ഐഡിയലിസ്റ്റിക്. അപ്പൊ ഇനി അവരുടെ അപ്രോച്ചിലുള്ള വ്യത്യാസം, ഹിന്ദു അപ്രോച്ച് ടു നാഷൻഹുഡിലേക്കുള്ള അവരുടെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഐഡിയലിസ്റ്റിക് ആണ്, ആദർശപരമാണ്. ഇസ്ലാമിക് അപ്രോച്ച് വാസ് പ്രാഗ്മാറ്റിക്, അത് പുരോഗമനാത്മകമാണ്. ഇസ്ലാമിക് അപ്രോച്ച് വാസ് പ്രാഗ്മാറ്റിക്,
but Hindu approach to nationhood was idealistic. For the Hindu, freedom was a birthright. ഹിന്ദുക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബർത്ത് റൈറ്റ്. ഫോർ ദ മുസ്ലിം ഇറ്റ് വാസ് എൻ ഓപ്പർച്യൂണിറ്റി. ഹിന്ദു എന്നുള്ളത് അതൊരു ബർത്ത് റൈറ്റ് ആണ്, പക്ഷേ മുസ്ലിംസിനെ അനുസരിച്ച് അതൊരു അവസരമാണ്. ഇറ്റ് വാസ് ആൻ ഓപ്പർച്യൂണിറ്റി. ദ മുസ്ലിം വ്യൂ വാസ് നോൺ സൈക്ലിക്. അപ്പൊ ആദ്യം പറഞ്ഞ പോലെ ഹിന്ദു വ്യൂസ് സൈക്ലിക് ആണെങ്കിൽ മുസ്ലിം വ്യൂ ആർ നോൺ സൈക്ലിക് ആൻഡ് നോൺ ഫാറ്റലിസ്റ്റിക്. അവർ വിധിയിലും അങ്ങനെ വിശ്വസിക്കണില്ല. അതുകൊണ്ട് their views are നോൺ സൈക്ലിക് ആൻഡ് നോൺ ഫാറ്റലിസ്റ്റിക്. ഹെൻസ് ദ മുസ്ലിം വ്യൂ ഫേവേർഡ് ഡയറക്റ്റ് ആക്ഷൻ ടു മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് എ പൊളിറ്റിക്കൽ ക്രൈസിസ് ഓർ ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് ഓപ്പർച്യൂണിറ്റി ഒക്കെ വന്നാൽ അപ്പൊ അതിൽ നിന്ന് ഏറ്റവും ഗുണപ്രദമായ കാര്യം നേടിയെടുക്കാനായിട്ട് മുസ്ലിംസ് എപ്പോഴും ശ്രദ്ധിക്കും. ഇനി അടുത്ത DP മുഖർജീസ് വ്യൂസ് ഓൺ യൂണിറ്റി ഡൈവേഴ്സിറ്റി കഴിഞ്ഞ് ഇനി അടുത്ത എന്താന്ന് നോക്കിയാൽ DP മുഖർജീസ് ആസ് എൻ എക്കണോമിസ്റ്റ്. ഇനി എക്കണോമിസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഐഡിയ, അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ എക്കണോമിക്സിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഐഡിയ എന്താണ്? DP മുഖർജി വാസ് ബൈ ട്രെയിനിങ് ആൻ എക്കണോമിസ്റ്റ്. ഹിസ് അപ്രോച്ച് ടു എക്കണോമിക്സ് വാസ് ഹവർ ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ദാറ്റ് ഓഫ് അതർ എക്കണോമിക്സ്. മറ്റ് എക്കണോമിക്സുകളെ അപേക്ഷിച്ച് ഇദ്ദേഹത്തിന്റെ സമീപനം വേറെ ഒരു കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതായിരുന്നു. ഹി വ്യൂഡ് ദ എക്കണോമിക് ഡെവലപ്മെന്റ് ഇന്ത്യ ഇൻ ടേംസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ സ്പെസിഫിസിറ്റീസ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഹി വ്യൂഡ് ദ എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യയിലെ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേംസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ സ്പെസിഫിസിറ്റീസ്. അത് ചരിത്രപരമായിട്ടും അതുപോലെ കൾച്ചറൽ ആയിട്ടും പ്രത്യേകത ഉള്ളതായിരിക്കുമെന്ന്. ദ എക്കണോമിക് ഫോഴ്സസ് ഇൻ ഇന്ത്യ വെർ ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ വാല്യൂസ്. അപ്പൊ ഇന്ത്യയിലെ എക്കണോമിക് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും സോഷ്യൽ വാല്യൂസിന്റെ ഇൻഫ്ലുവൻസ് അതിലെപ്പോഴും ഉണ്ടായിരിക്കും. ഡ്യൂറിങ് ഏൻഷ്യൻ ടൈംസ് ദ കിങ് ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് റോയൽ കോർട്ട് ഡിഡ് നോട്ട് ഓൺ ദ ലാൻഡ്സ്. ഇത് നിങ്ങൾ വായിച്ചെടുത്താൽ മതി, അതൊക്കെ സാധാരണ കാര്യങ്ങളാണ്. ആദ്യത്തെ ഫസ്റ്റ് 2 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ The British rule in India brought about widespread changes in Indian economy. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ നമ്മളുടെ ജീവിത രീതിയല്ല, അതുപോലെ നമ്മളുടെ സാമ്പത്തിക രീതികൾ, അതായത് ഓരോ വില്ലേജും ഒരു എക്കണോമിക് സെന്ററായിട്ട് നേരത്തെ ഡെവലപ്പ് ചെയ്തിരുന്നു. അവിടെയുള്ള കാര്യങ്ങൾ അവരൊരു തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിൽപ്പന നടത്തി കാര്യങ്ങൾ വളരെ സൗഹാർദ്ദപരമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നു. എന്നാലും ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ബ്രോട്ട് അബൌട്ട് വൈഡ് സ്പ്രെഡ് ചേഞ്ചസ് ഇൻ ഇന്ത്യൻ എക്കണോമി. ഈ ബ്രിട്ടീഷ് റൂള് ഇവിടെ വൈഡായിട്ടുള്ള ഒരു മാറ്റമാണ് നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാക്കിയത്. അർബൻ ഇൻഡസ്ട്രിയൽ എക്കണോമി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് സെറ്റ് അസൈഡ് നോട്ട് ഓൺലി ദ ഓൾഡർ ഇൻസ്റ്റിറ്റ്യൂഷണൽ നെറ്റ്വർക്ക്സ് ബട്ട് ഓൾസോ ദ ട്രഡീഷണൽ ക്ലാസ്സസ്. അപ്പൊ അർബൻ ഇൻഡസ്ട്രീരിയൽ എക്കണോമി ബ്രിട്ടീഷുകാർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത അർബൻ ഇൻഡസ്ട്രീരിയൽ എക്കണോമി സെറ്റ് അസൈഡ് നോട്ട് ഓൺലി ദ ഓൾഡർ ഇൻസ്റ്റിറ്റ്യൂഷണൽ നെറ്റ്വർക്ക്സ്. അപ്പൊ നമ്മുടെ ഇവിടെ മുൻകാലത്തുണ്ടായിരുന്ന ഓൾഡർ ഇൻസ്റ്റിറ്റ്യൂഷണൽ നെറ്റ്വർക്ക്സിനെയൊക്കെ അത് ബാധിച്ച് ഓൾസോ ദ ട്രഡീഷണൽ ക്ലാസ്സസ്, അതുപോലെ ട്രഡീഷണൽ ക്ലാസ്സസിന്റെ ജീവിത രീതിനെ അത് ബാധിക്കുകയുണ്ടായി. ദിസ് കോൾഡ് ഫോർ എ ന്യൂ സോഷ്യൽ അഡാപ്റ്റേഷൻ. ഒരു പുതിയ രീതി അഡാപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രേരിപ്പിച്ചു. ഇൻ ദ ന്യൂ സെറ്റപ്പ് ദ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്സസ് ഓഫ് ഇന്ത്യസ് അർബൻ സെന്റേഴ്സ് ബിക്കം ദ ഫോക്കൽ പോയിന്റ് ഓഫ് സൊസൈറ്റി. അപ്പൊ ഈ ന്യൂ സെറ്റപ്പിൽ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്സസ് അവരാണ് ഇന്ത്യസ് അർബൻ സെന്റേഴ്സ് ബിക്കം ദ ഫോക്കൽ പോയിന്റ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ ഫോക്കൽ പോയിന്റ് ആയിട്ടുള്ള മെയിൻ പോയിന്റ് ആയിട്ടുള്ള ആ ട്രേഡിലോട്ടൊക്കെ ഈ മിഡിൽ ക്ലാസ്സസ് കയറിക്കൂടി. അപ്പൊ സാധാരണ ആളുകൾക്കുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകൾക്കൊക്കെ അവിടെ കുറെ, അതുപോലെ കുടിൽ വ്യവസായം അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ക്ഷീണം സംഭവിച്ചു. ഹവർ ദീസ് മിഡിൽ ക്ലാസ്സസ് വെർ ഡോമിനേറ്റഡ് ബൈ വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ ആൻഡ് തിങ്കിങ്. പക്ഷെ ഈ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഡോമിനേറ്റഡ് ബൈ വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ ആൻഡ് തിങ്കിങ്. വെസ്റ്റേൺ ലൈഫ് സ്റ്റൈലും അതുപോലെ അവരുടെ വിചാരധാരയിലും അതിന് കീഴ്പ്പെട്ട ഒരാളുകളായിരുന്നു. ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ വുഡ് ബി സെക്യൂർ ഇഫ് ദ മിഡിൽ ക്ലാസ്സസ് റീച്ച്ഡ് ഔട്ട് ഓഫ് ദ masses and established an active പാർട്ട്ണർഷിപ്പ് വിത്ത് ദം ഇൻ നേഷൻ ബിൽഡിംഗ്. അപ്പൊ നേഷൻ ബിൽഡിങ്ങിൽ അവരുടെ ഈ
ഒരു വിചാരധാര അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സാധാരണ ആളുകളുമായിട്ട് ഇന്ത്യൻ മാസസുമായിട്ട് മിങ്കിൾ ചെയ്ത് മുന്നോട്ട് പോയാലാണ് നമ്മുടെ ഫ്യൂച്ചർ ഇന്ത്യ വുഡ് ബി സെക്യൂർ. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഭാവിയിൽ വളരെ സെക്യൂർ ആവും. ഇനി ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് അദ്ദേഹത്തിൻ്റെ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സോഷ്യലിസ്റ്റ് വർക്ക് ഓഫ് DP മുഖർജി ആർ ദ ബേസിക് കൺസെപ്റ്റ്സ് ഇൻ സോഷ്യോളജി. 1932 പ്രസിദ്ധീകരിച്ച ബേസിക് കൺസെപ്റ്റ്സ് ഇൻ സോഷ്യോളജി ഒരു മെയിൻ വർക്കാണ്. അതുപോലെ പേഴ്സണാലിറ്റി ആൻഡ് ദ സോഷ്യൽ സയൻസ്, അത് 1924 പ്രസിദ്ധീകരിച്ചത്, അതും ഇമ്പോർട്ടൻറ്റ് വർക്കാണ്. അടുത്തത് മോഡേൺ ഇന്ത്യൻ കൾച്ചർ 1942 തന്നെ ഉള്ളത്. അതുപോലെ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻ യൂസ് 1946, ഡൈവേഴ്സിറ്റീസ് ഇൻ 1958. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഓഫ് DP മുഖർജി. ഇനി നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് പോകാം. അടുത്ത യൂണിറ്റ് 6. ഇവിടെ NK ബോസ്, ഇവിടെ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് NK ബോസിനെ കുറിച്ചാണ് യൂണിറ്റ് 6 പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഇതിലെ ഔട്ട്ലൈൻ ദ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് ഓഫ് NK ബോസ്. ആദ്യം തന്നെ NK ബോസിന്റെ ബയോളജിക്കൽ ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്. പിന്നെ എക്സ്പ്ലെയിൻ ദ സോഷ്യോ ഹിസ്റ്റോറിക്കൽ എൻവയറമെന്റ് വിച്ച് ഇൻഫ്ലുവൻസ്ഡ് ദിസ് വർക്ക്. അതുപോലെ സോഷ്യോ ഹിസ്റ്റോറിക്കൽ എൻവയറമെന്റ്, അദ്ദേഹത്തിന്റെ വർക്കുകളെ സ്വാധീനിച്ച ഇന്ത്യയിലെ സോഷ്യോ ഹിസ്റ്റോറിക്കൽ എൻവയറമെന്റ് എങ്ങനെയായിരുന്നെന്ന്. അതുപോലെ എക്സ്പ്ലെയിൻ ഹിസ് സെൻട്രൽ ഐഡിയാസ്, പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യണത് അദ്ദേഹത്തിന്റെ സെൻട്രൽ ഐഡിയാസ്. ഈ സെൻട്രൽ ഐഡിയാസ് ആണ് എപ്പോഴും നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതാണ് പരീക്ഷയ്ക്ക് അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസും വരുന്നത്. അതുപോലെ ആൻഡ് ഔട്ട്ലൈൻ സം ഓഫ് ഹിസ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്. അതുപോലെ NK ബോസിന്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എന്തൊക്കെയായിരുന്നു അതും ഇവിടെ പറയുന്നുണ്ട്. ഇനി നിർമ്മൽ കുമാർ ബോസ്, അതാണ് നിർമ്മൽ കുമാർ, അവിടെ നിന്നാണ് NK ബോസ് എന്ന് പറയുന്നത്. നിർമ്മൽ കുമാർ ബോസ് ആണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. നിർമ്മൽ കുമാർ ബോസ് വാസ് എ സ്കോളർ വിത്ത് എ വാരീഡ് അക്കാഡമിക് ഇൻട്രസ്റ്റ്. പല അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വലിയ പണ്ഡിതനായിരുന്നു NK ബോസ്. ഒരു വിഷയത്തിൽ മാത്രമല്ല പല വിഷയങ്ങളിൽ അദ്ദേഹം തൽപരനായിരുന്നു. ഹി ഫിഗേർഡ് പ്രൊമിനൻ്റ്ലി ഇൻ എനി ഡിസ്കോഴ്സ് ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് ആന്ത്രപ്പോളജി ആൻഡ് സോഷ്യോളജി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സോഷ്യോളജിയുടെ ആന്ത്രപ്പോളജിയുടെ ഒക്കെ ഡെവലപ്മെന്റിൽ അദ്ദേഹത്തിന്റെ ഭാഗം വളരെ വലുത് തന്നെയായിരുന്നു. ഹി റോട്ട് ഓൺ എ വൈഡ് റേഞ്ച് ഓഫ് സബ്ജക്ട്സ്. ഒരുപാട് സബ്ജക്റ്റിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ആർക്കിടെക്ചർ, ഹ്യൂമൻ ജിയോഗ്രഫി. അപ്പൊ ഈ വിഷയങ്ങളെയൊക്കെ കുറിച്ച് വളരെ വലുതായിട്ട് തന്നെ അദ്ദേഹം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഹിസ് സയന്റിഫിക് ക്യൂരിയോസിറ്റി ഇൻ ആന്ത്രപ്പോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ വാസ് ഓൾവേസ് മാച്ച്ഡ് ബൈ പ്രൊഫൗണ്ട് കൺസേൺ ഫോർ ഹ്യൂമൻ വെൽഫെയർ. അപ്പൊ ഹിസ് സയന്റിഫിക് ക്യൂരിയോസിറ്റി ഇൻ ആന്ത്രപ്പോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, ആന്ത്രപ്പോളജിക്കൽ ഇൻവെസ്റ്റിഗേഷനിൽ നരവംശ ശാസ്ത്രത്തിലുള്ള കണ്ടുപിടുത്തങ്ങളിൽ അദ്ദേഹത്തിന്റെ ആ സയന്റിഫിക് ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതായിരുന്നു. മാച്ച്ഡ് ബൈ പ്രൊഫൗണ്ട് കൺസേൺ ഫോർ ഹ്യൂമൻ വെൽഫെയർ. അതുകൊണ്ട് തന്നെ അത് മാനവരാശിയുടെ ക്ഷേമത്തിന് വളരെ ഉതകുന്ന ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഹിസ് സിഗ്നിഫിക്കൻറ്റ് വർക്ക്സ് കണ്ടിന്യൂ ടു ഇൻസ്പയർ ജനറേഷൻസ് ഓഫ് ആന്ത്രപ്പോളജിസ്റ്റ്, സോഷ്യോളജിസ്റ്റ് ആൻഡ് മെനി അതേഴ്സ്. ഹിസ് സിഗ്നിഫിക്കൻറ്റ് വർക്ക്സ്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ കണ്ടിന്യൂ ടു ഇൻസ്പയർ ജനറേഷൻസ്, തലമുറകൾക്ക് വളരെ നല്ല പ്രേരണ നൽകുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ. അത് ഇൻസ്പയർസ് ജനറേഷൻസ് ഓഫ് ആന്ത്രോപോളജിസ്റ്റ്, ആന്ത്രപ്പോളജിയിലെ തലമുറകൾ, അതുപോലെ സോഷ്യോളജിസ്റ്റിലെ തലമുറകൾക്കൊക്കെ നല്ല പ്രേരണ നൽകുന്ന വർക്കുകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇൻ ദിസ് യൂണിറ്റ് വി വിൽ ബിഗിൻ വിത്ത് എ ബ്രീഫ് ബയോഗ്രഫിക്കൽ സ്കെച്ച് ഓഫ് ഹിസ് ലൈഫ് which will throw light on the factors that shaped his ideas. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു ബയോളജിക്കൽ സ്കെച്ച് കൊടുക്കുന്നുണ്ട്, ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നെ പുതിയ കാര്യങ്ങളിലേക്ക് അദ്ദേഹം എങ്ങനെ എത്തിച്ചേർന്നെന്ന്, പുതിയ ഐഡിയാസിന് അദ്ദേഹം എങ്ങനെ രൂപം കൊടുക്കാൻ സഹായപ്രദമായി എന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ബ്രീഫ് ബയോഗ്രഫിക്കൽ സ്കെച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Therefore we will focus on his thereafter. അപ്പൊ ഈ ബയോളജിക്കൽ സ്കെച്ച് കഴിഞ്ഞാൽ we will focus on his central ideas. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സെൻട്രൽ ഐഡിയാസിലേക്ക് പോകാം. ഐഡന്റിറ്റി, സം ഓഫ് ഹിസ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ആൻഡ്
ഐഡന്റിഫൈ സം ഓഫ് ഹിസ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെൻട്രൽ ഐഡിയാസ് നോക്കിക്കഴിഞ്ഞതിന് ശേഷം ഐഡന്റിഫൈ സം ഓഫ് ഹിസ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സ് ഏതെല്ലാം നോക്കാം. ആൻഡ് ഫൈനലി സം ഓഫ് ദ കണ്ടൻസ് ഓഫ് ദിസ് യൂണിറ്റ്. അപ്പോൾ ആദ്യം ബയോളജിക്കൽ സ്കെച്ചിൽ നിർമ്മൽ കുമാർ ബോസ് വാസ് ബോൺ ഇൻ കൊൽക്കത്ത ഇൻ ദ ഇയർ 1901. അദ്ദേഹത്തിന്റെ ബാക്കി പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ വെറുതെ ജനറൽ അവയർനെസ്സിന് വേണ്ടിയിട്ട്, അറിവിന് വേണ്ടിയിട്ട് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് ഇതിന്റെ ലാസ്റ്റ് പാരഗ്രാഫ് നമുക്ക് അത്യാവശ്യമുള്ളതാണ്. ഇൻ റെക്കഗ്നേഷൻ ഓഫ് ഹിസ് എക്സലന്റ് വർക്ക് ഇൻ ആന്ത്രപ്പോളജി, ബോസ് വാസ് അവാർഡഡ് അൻമോൾ ഗോൾഡ് മെഡൽ ഓഫ് ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ഇൻ 1948. ആന്ത്രപ്പോളജിയിൽ അദ്ദേഹത്തിന്റെ വർക്കിന് അദ്ദേഹത്തിന് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ വക ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഹി വാസ് എലക്റ്റഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ആന്ത്രപ്പോളജി ആൻഡ് ആർക്കിയോളജി സെക്ഷൻ ഓഫ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ഇൻ 1949. 1949 പ്രസിഡന്റ് ഓഫ് ആന്ത്രപ്പോളജി ആൻഡ് ആർക്കിയോളജി സെക്ഷൻ ഓഫ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ഇൻ 1914. അപ്പോൾ അദ്ദേഹത്തിന് ഹി വാസ് എലക്റ്റഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ആന്ത്രപ്പോളജി ആൻഡ് ആർക്കിയോളജി സെക്ഷൻ. ആ ആന്ത്രപ്പോളജി ആൻഡ് ആർക്കിയോളജി സെക്ഷൻ ഓഫ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ഇൻ 1949 അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനം നൽകേണ്ടായി. ഹി വാസ് എലക്റ്റഡ് എ ഫെല്ലോ ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഓഫ് ഇന്ത്യ ഇൻ 1955. 1955 അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഒരു ഫെല്ലോ ആയിട്ട് അദ്ദേഹത്തിനെ തെരഞ്ഞെടുത്ത്. ഹി വാസ് എ ഡിവോട്ടഡ് സോഷ്യൽ വർക്കർ ആൻഡ് സെർവ്ഡ് ഇൻ വേരിയസ് കപ്പാസിറ്റീസ് ഇൻ മെനി ഫിലാന്ത്രോപിക് ഓർഗനൈസേഷൻ. ഹി വാസ് എ ഡിവോട്ടഡ് സോഷ്യൽ വർക്കർ, ഒരു ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ വർക്കർ ആയിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ സെർവ്ഡ് ഇൻ വേരിയസ് കപ്പാസിറ്റി ഇൻ മെനി ഫിലാന്ത്രോപിക് ഓർഗനൈസേഷൻ, ലോകപ്രസിദ്ധമായിട്ടുള്ള പല ഓർഗനൈസേഷൻസിലും അദ്ദേഹം സർവീസ് ചെയ്തിട്ടുണ്ട്, സേവനം അർപ്പിച്ചിട്ടുണ്ട്. ഹി റിസീവ്ഡ് പത്മശ്രീ ഇൻ 1966. 1966 അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. അതുപോലെ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ബോസ് വാസ് ഇംപ്രസ്ഡ് അബൌട്ട് ഗാന്ധി സെർച്ച് ഫോർ ദ ട്രൂത്ത് ത്രൂ എക്സ്പീരിയൻസ്. അപ്പൊ തൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ഗാന്ധിജി എങ്ങനെയാണ് സത്യത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്, അത് ബോസിനെ വളരെയധികം ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. ഇൻ ഹിസ് വ്യൂ ഗാന്ധി വാസ് എ ക്വൈറ്റസ്നഷ്യൽ ഫീൽഡ് വർക്കർ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഗാന്ധിജിയാണ് ഏറ്റവും നല്ല ശരിക്കും ശാന്തനായ ഒരു ഫീൽഡ് വർക്കർ ഗാന്ധിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓൾവേസ് റെഡി ടു സീ ആൻഡ് ലിസൺ. എപ്പോഴും അദ്ദേഹം തയ്യാറായിരുന്നു എവിടെ ആളുകളായിട്ട് മീറ്റ് ചെയ്യാനും അവിടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും കാണാനും കണ്ടു മനസ്സിലാക്കാനും എന്നിട്ടൊരു കൺക്ലൂഷനിൽ എത്താനും ഗാന്ധിജി കാണിച്ചിരുന്ന ആ ആഗ്രഹം അത് അദ്ദേഹത്തിന് വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. ഗാന്ധിജി വാസ് ദ ക്വൈറ്റ് എസെൻഷ്യൽ ഫീൽഡ് വർക്ക്. ഏറ്റവും നല്ല ഫീൽഡ് വർക്കർ ആയിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഗാന്ധിജി. ഓൾവേസ് റെഡി ടു സീ ആൻഡ് ലിസൺ ആൻഡ് നെവർ ഡ്രോയിങ് കൺക്ലൂഷൻസ് അബൌട്ട് എ ഹ്യൂമൻ സിറ്റുവേഷൻ വിത്തൗട്ട് ഫസ്റ്റ് എക്സ്പീരിയൻസിങ് ഇറ്റ്. അത് അനുഭവിക്കാതെ ഒരിക്കലും ഒരു കൺക്ലൂഷനിൽ അദ്ദേഹം എത്താറില്ല. കണ്ടു മനസ്സിലാക്കി നിരീക്ഷിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം അതിനെക്കുറിച്ച് ഗാന്ധിജി ഒരു കൺക്ലൂഷൻ നൽകുമായിരുന്നുള്ളൂ. ഇത് അദ്ദേഹത്തിന് ഈ ബോസിനെ വളരെയധികം ആകർഷിക്കേണ്ടായി. ഹി ഹാസ് റിട്ടൺ സെവറൽ ബുക്സ് ഓൺ ഗാന്ധിയെ കുറിച്ച് ഒത്തിരി ബുക്കുകൾ തന്നെ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് സെലക്ഷൻസ് ഫ്രം ഗാന്ധിജീസ് റൈറ്റിംഗ്സ്. ഗാന്ധിജിയുടെ തന്നെ റൈറ്റിംഗ്സിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് വേറെ പല ബുക്കുകളും എഴുതിയിട്ടുണ്ട്. ഇനി സെൻട്രൽ ഐഡിയാസിലേക്ക് കടക്കാം. എമംഗ്സ്റ്റ് സെവറൽ ഓഫ് റൈറ്റിംഗ്സ് NK ബോസ് 3 ബംഗാളി ബുക്സ്. അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 ബംഗാളി ബുക്സ് മാബൻ ഓ പ്രാക്ബീൻ, അതുപോലെ പരിവ്രക്കാക്കർ ഡയറി ആൻഡ് ഹിന്ദു സമജർ ഗാർബൻ. ബംഗാളി വേർഡ്സ് ആണ്. ഹിന്ദു സംജർ ഗാർബൻ ആർ കൺസിഡർ പെർഹാപ്സ് ദ ബെസ്റ്റ്. ബംഗാളി ബുക്സിൽ 3 ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബുക്സ് ആണ് ഈ പറഞ്ഞത്. ദ ഫസ്റ്റ് 2 ആർ കളക്ഷൻസ് ഓഫ് എസ്സേസ് ആൻഡ് സ്കെച്ചസ്. ഇത് ആദ്യം പറഞ്ഞ 2 ബുക്കുകളിൽ മുഴുവനും എസ്സേകളും സ്കെച്ചസും ഒക്കെയാണ്. ആൻഡ് ദ തേർഡ് ഈസ് എ ബ്രീഫ് ബട്ട് വെരി ബോൾഡ് ആൻഡ് ഇമാജിനേറ്റീവ് അക്കൗണ്ട് ഓഫ് ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഹിന്ദു
സോഷ്യൽ സ്ട്രക്ചർ. ഹിന്ദു സോഷ്യൽ സ്ട്രക്ചറിന്റെ ബേസിക് ഫീച്ചേഴ്സിനെ കുറിച്ച് വളരെ ബോൾഡും അതുപോലെ ഇമാജിനേറ്റീവും ആയിട്ടുള്ള ഒരു അക്കൗണ്ട്, ചുരുങ്ങിയ അക്കൗണ്ടാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇൻഡിയോളജി ഇൻ വിച്ച് ദ പെർസ്പെക്റ്റീവ്സ് ഓഫ്, അപ്പൊ ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്ന് പറഞ്ഞാൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് എത്തനോഗ്രഫി, ഇൻഡിയോളജി ആൻഡ് ഹിസ്റ്ററി ആർ കമ്പൈൻഡ്. അപ്പൊ അതിനകത്ത് എത്തനോഗ്രഫി അതുപോലെ ഇൻഡിയോളജി അതുപോലെ തന്നെ ഹിസ്റ്ററി എല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അതിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. എ ഗ്രേറ്റ് ആന്ത്രപ്പോളജിസ്റ്റ്, ഹി ട്രൈ ടു പ്രസന്റ് എ സിംഗിൾ framework involving three approaches of ethnographers, Indologists and social historians. A great anthropologist, ഒരു മഹാനായ ആന്ത്രപ്പോളജിസ്റ്റ് എന്ന രീതിയിൽ he tried to present, അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു എ സിംഗിൾ ഫ്രെയിംവർക്ക്, ഒരൊറ്റ ഫ്രെയിംവർക്ക്, അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുക, അതായത് ഇൻവോൾവിങ് 3 approaches, 3 അപ്രോച്ചസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു സിംഗിൾ ഫ്രെയിംവർക്ക്. അത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആശയമായിരുന്നു. അദ്ദേഹം ഒരു ഗ്രേറ്റ് ആന്ത്രപ്പോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ആ 3 അപ്രോച്ചസ്, ഏതൊക്കെയാണ് എത്തനോഗ്രാഫേഴ്സ്, ഇൻഡിയോളജിസ്റ്റ് ആൻഡ് സോഷ്യൽ ഹിസ്റ്റോറിയൻസ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഈ 3 അപ്രോച്ചസിനും പ്രാധാന്യം നൽകിയിരുന്നു. എത്തനോഗ്രാഫേഴ്സ്, ഇൻഡിയോളജിസ്റ്റ് ആൻഡ് സോഷ്യൽ ഹിസ്റ്റോറിയൻസ്. He tried to present a single framework involving 3 approaches of ethnographers, Indologists and a social historian as a great anthropologist. In the next, methods and approach to the study of society. Bose laid great emphasis on conducting field work. He believed that every idea should be put the test of observation and experience. അപ്പോൾ അദ്ദേഹം ഫീൽഡ് വർക്ക് വളരെയധികം ആഗ്രഹവും അതുപോലെ ശക്തിയും നൽകിയിരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അദ്ദേഹം കണ്ടിരുന്നത് ഫീൽഡ് വർക്കാണ്. ഹി laid great emphasis on conducting field work. He believed that every idea should be put to the test of observation and experience. ഏത് ആശയമാണെങ്കിലും വെറുതെ അങ്ങ് സ്വീകരിക്കാൻ പാടില്ല. ഫീൽഡിൽ പോയി നിരീക്ഷിച്ച് നിരീക്ഷണങ്ങളിലൂടെ മാത്രം ആ ആശയത്തിനെ സ്വീകരിക്കാൻ പാടില്ല. അത് ഡയറക്റ്റായിട്ട് കണ്ടു മനസ്സിലാക്കണം എന്നുള്ള ഒരു വിചാരധാര അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ ഹി ബിലീവ്ഡ് ദാറ്റ് എവറി ഐഡിയ ഷുഡ് ബി പുട്ട് ടു ദ test of observation and experience. Nothing concerning human society should be decided a priori or taken at the ഫേസ് വാല്യൂ. വെറുതെ ഫേസ് വാല്യൂല് എന്തെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും അങ്ങ് പറയുക എന്നുള്ളതല്ല, അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിനെക്കുറിച്ച് അഭിപ്രായം പറയുക. അങ്ങനെ ഒരു ഫീൽഡ് വർക്കാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ബോസ് ട്രാവൽഡ് എക്സ്റ്റെൻസീവ്ലി. അപ്പൊ ഇതിനു വേണ്ടി എന്ത് കാര്യത്തിനെ കുറിച്ച് പറയണം, ആ കാര്യം എവിടെ നിന്ന് ഉത്ഭവിക്കണം, അവിടെ പോയിട്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ഉള്ള ഒരു രീതി അദ്ദേഹം ഫീൽഡ് വർക്കിൽ നേരിട്ട് സ്വീകരിച്ചിരുന്നത് കൊണ്ട് തന്നെ ബോസ് ട്രാവൽഡ് എക്സ്റ്റെൻസീവ്ലി, വളരെയധികം അദ്ദേഹത്തിന് യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ത്രൂ ഔട്ട് ദ ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് ദ കൺട്രി, കോൺസ്റ്റന്റ്ലി ഇന്ററാക്ടിങ് ആൻഡ് ഷെയറിങ് എക്സ്പീരിയൻസസ്. അപ്പൊ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയും അതുപോലെ അവിടെയുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി രാജ്യത്തിന്റെ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം വളരെയേറെ യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഹി വാസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ഹിന്ദു സിവിലൈസേഷൻ, അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഹിന്ദു സിവിലൈസേഷൻ അതിന്റെ ഓർഡർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇതായിരുന്നു. ആൻ ആന്ത്രപ്പോളജിസ്റ്റ് ഷുഡ് ഗോ ബിയണ്ട് ദ അപ്ലൈഡ് ആസ്പെക്ട്, ആ ആസ്പെക്റ്റിന്റെ അപ്പുറത്തേക്ക് പോകണം. Bose had developed this unique approach of studying social phenomena and cultural attributes in specific situational contexts. അതായത് ഒരു കൾച്ചർ മനസ്സിലാക്കാൻ വേണ്ടി അതിന് മുൻപേ ഉണ്ടായ കൾച്ചറിനെ കുറിച്ച് ആദ്യം പഠിക്കുക, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ കൾച്ചർ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യ കൾച്ചറിൽ നിന്ന് എന്തെങ്കിലും വ്യതിയാനം ഇപ്പോഴത്തെ കൾച്ചറിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ നമുക്ക്
ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള ഐഡിയയാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. ബോസ് ഹാഡ് ഡെവലപ്ഡ് ഹിസ് യുണീക്ക് അപ്രോച്ച് ഓഫ് സ്റ്റഡിങ് സോഷ്യൽ ഫിനോമിന ആൻഡ് കൾച്ചർ attributes in specific situational contexts. He was of the view that there could be no set ways for actual field work. ഇന്ന രീതി ചെയ്യണമെന്ന് പണ്ട് ഒരു സെറ്റ് വേസ്, ഒരു സെറ്റ് ഓഫ് വേസ് ഇല്ല ഫീൽഡ് വർക്കിന് വേണ്ടിയിട്ട്. ആ ഫീൽഡ് ഏത് ഫീൽഡിൽ പോകണം അവിടത്തേക്ക് അനുയോജ്യമായ രീതിയിൽ മുന്നോട്ട് പോവുക, അപ്പോൾ തീരുമാനിച്ച് അതുപോലെ മുന്നോട്ട് പോവുക. അല്ലാണ്ട് അതിനു വേണ്ടിയിട്ടൊരു സെറ്റ് ഓഫ് വേസ് നേരത്തെ നിർണയിച്ചു വെക്കുന്നത് ശരിയല്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് അദ്ദേഹം. The nature of task at hand should guide the researcher about what tools of investigation to adopt. അപ്പം the nature of task at hand, അപ്പൊ തൻ്റെ കയ്യിലുള്ള ആ ടാസ്ക്, അപ്പൊ അത് തീരുമാനിക്കും, ഗൈഡ് ചെയ്യും റിസർച്ചറിന് ഏത് ടൂൾ യൂസ് ചെയ്യണം, എങ്ങനെ പോകണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്, അന്വേഷണത്തിൽ എന്തൊക്കെ കൂട്ടിച്ചേർക്കണം എന്നൊക്കെയുള്ള കാര്യം അന്നേരത്തെ അയാൾക്ക് വ്യക്തമാകുന്നത്. നേച്ചർ ഓഫ് ടാസ്ക്, ആ ടാസ്കിന്റെ നേച്ചർ അറ്റ് ഹാൻഡ്, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ആ ടാസ്ക് അതിന് പൂർത്തീകരണത്തിന് വേണ്ടി ആ ടാസ്കിന്റെ നേച്ചർ മനസ്സിലാക്കി കഴിയുമ്പോൾ അത് തന്നെ നമ്മളെ സ്വയം ഗൈഡ് ചെയ്യും ടു ദ റിസർച്ചർ അബൌട്ട് വാട്ട് ടൂൾസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ടു അഡോപ്റ്റ്, ഓർ ഏത് ടൂൾസാണ് ഇൻവെസ്റ്റിഗേഷന് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്, അത് ഓർ ഈവൻ ഫാഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോബ്ലം ഓഫ് എൻക്വയറി. പ്രോബ്ലം ഓഫ് എൻക്വയറിയിൽ ഏത് രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് നമുക്ക് മനസ്സിലാവും. He consistently emphasized the importance of careful and meticulous observation. ശരിക്കും കൃത്യവും ശരിക്കുമായിട്ടുള്ള നിരീക്ഷണത്തിൽ അദ്ദേഹം വളരെയേറെ പ്രാധാന്യത നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ പോയി കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ഓരോന്നും വ്യക്തമാക്കിക്കൊണ്ടിരുന്നത്. അക്കോർഡിംഗ് ടു ബോസ്, Indian society had an exhaustible capacity to absorb and transform ideas and experience from every conceivable quarter. He studied the lives of tribals in India and examined the relations between tribal and non-tribal population. അപ്പൊ അദ്ദേഹം മുഖ്യമായിട്ട് പഠിച്ചത് ട്രൈബൽസ് ഇൻ ഇന്ത്യനെ കുറിച്ച്, ഇന്ത്യയിലെ ഗോത്രവർഗങ്ങളെ കുറിച്ച് വളരെ കാര്യമായിട്ട് തന്നെ അദ്ദേഹം സ്റ്റഡി നടത്തുകയുണ്ടായി. ആൻഡ് എക്സാമിൻ ദ റിലേഷൻസ് ബിറ്റ്വീൻ ട്രൈബൽ ആൻഡ് നോൺ ട്രൈബൽ പോപ്പുലേഷൻ. അപ്പൊ അദ്ദേഹം അതുപോലെ തന്നെ ട്രൈബലും അതുപോലെ നോൺ ട്രൈബലും, ട്രൈബൽ അല്ലാത്തതും ഗോത്രവർഗക്കാര് അങ്ങനെ അല്ലാത്ത വ്യക്തികളെയും തമ്മിലുള്ള ആ പോപ്പുലേഷന്റെ വ്യത്യാസവും അദ്ദേഹം കണ്ടുപിടിച്ച് ഇൻ എ ലാർജർ സോഷ്യൽ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവ്സ്, ഒരു വലിയ സോഷ്യൽ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവിൽ ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ബോസ് പെർസീവ്ഡ് ക്ലിയർലി ദാറ്റ് ദ tribal communities of India are not all of the same kind and do not stand in the same relation to the wider society. അപ്പൊ അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം, ഇന്ത്യയിലെ ട്രൈബൽ സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യയിലുള്ള ട്രൈബൽ സൊസൈറ്റീസ് എല്ലാം ഒരേപോലെയല്ല, എല്ലാവർക്കും പല പല വ്യത്യാസങ്ങൾ ഉണ്ടെന്നും. For Bose perceived clearly that the tribal communities of India are not all of the same kind and do not stand in the same relation to wider society. നമ്മുടെ വലിയ സൊസൈറ്റിയുമായിട്ട് ഈ ട്രൈബ്സ് ഒരേപോലെയുള്ള സമ്പർക്കമല്ല പുലർത്തുന്നത്, അവരിൽ തന്നെ പല പല ട്രൈബ്സിന് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ട്രൈബലും വൈഡർ സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധങ്ങളിലും വ്യത്യാസങ്ങളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ബോസ് യൂസസ് എത്തനോഗ്രാഫിക് ഡാറ്റ ടു ഷോ ദ നേച്ചർ ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഓഫ് ഒറീസ ആൻഡ് ചോട്ടാ നഗർ. അപ്പം അദ്ദേഹം തൻ്റെ പരീക്ഷണങ്ങൾക്കായിട്ട് തിരഞ്ഞെടുത്തത് ഒറീസ അതുപോലെ ചോട്ടാ നഗറിലൊക്കെയുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെയാണ്. ബോസ് യൂസസ് എത്തനോഗ്രാഫിക് ഡാറ്റ ടു ഷോ ദ നേച്ചർ ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഓഫ് ഒറീസ ആൻഡ് ചോട്ടാ നഗർ. ഒറീസയിലും ചോട്ടാ നഗറിലും ഉള്ള കമ്മ്യൂണിറ്റീസിനെയാണ്, ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെയാണ് അദ്ദേഹം തൻ്റെ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. For classifying the tribal communities in India, he used two related criteria. അപ്പോൾ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ ക്ലാസിഫൈ ചെയ്യാൻ നേരത്തെ അദ്ദേഹം രണ്ട് ക്രൈറ്റീരിയയാണ് യൂസ് ചെയ്തത്. ഒന്ന്, ദെയർ ലെവൽ ഓഫ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, അവരുടെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എത്രമാത്രം ഉണ്ട്. ആൻഡ് ദ ഡിഗ്രി ഓഫ് ദെയർ ജിയോഗ്രഫിക്കൽ ആൻഡ് സോഷ്യൽ ഐസൊലേഷൻ, അതുപോലെ തന്നെ ജിയോഗ്രഫിക്കലായിട്ടും അതുപോലെ സോഷ്യലായിട്ടും അവരുടെ ഐസൊലേഷൻ എങ്ങനെയാണ്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഈ രണ്ട് കാര്യങ്ങൾക്കാണ്
അദ്ദേഹം മുൻതൂക്കം കൊടുത്തത്. ഹി യൂസസ് 2 റിലേറ്റഡ് ക്രൈറ്റീരിയ. അദ്ദേഹം 2 റിലേറ്റഡ് ക്രൈറ്റീരിയയാണ് ഫോർ ക്ലാസിഫൈയിങ് ദ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ. ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യയുടെ ക്ലാസിഫിക്കേഷൻ അദ്ദേഹം 2 ക്രൈറ്റീരിയയാണ്, റിലേറ്റഡ് ക്രൈറ്റീരിയയാണ് നൽകിയത്. ദർ ലെവൽ ഓഫ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്. അതിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ദെയർ ലെവൽ ഓഫ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് ദ ഡിഗ്രി ഓഫ് ദെയർ, സെക്കൻഡ് വൺ ദ ഡിഗ്രി ഓഫ് ദെയർ ജിയോഗ്രഫിക്കൽ ആൻഡ് സോഷ്യൽ ഐസൊലേഷൻ. ഇനി അടുത്ത സിവിലൈസേഷണൽ വ്യൂ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിനെ കുറിച്ചുള്ള ഒരു സിവിലൈസേഷണൽ വ്യൂ ആണ് അടുത്ത പോയിന്റ്. ഇൻ ഹിസ് ബുക്ക് ദ സ്ട്രക്ചർ ഓഫ് ഹിന്ദു സൊസൈറ്റി, ബോസ് ഗീവ്സ് സിവിലൈസേഷണൽ വ്യൂ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ബുക്കാണ് സ്ട്രക്ചർ ഓഫ് ഹിന്ദു സൊസൈറ്റി അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് അദ്ദേഹം ഗീവ്സ് സിവിലൈസേഷണൽ വ്യൂ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയുടെ സിവിലൈസേഷണൽ വ്യൂ അദ്ദേഹം കാഴ്ചപ്പാട് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഹി ഹാസ് ഡിവൈഡഡ് ഇൻറ്റു 3 പാർട്സ്. അത് 3 ഭാഗമായിട്ടാണ് അദ്ദേഹം ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആ ബുക്കിൽ. ദ ഫസ്റ്റ് പാർട്ട് മെയിൻലി ബിലോങ് ടു ദ ഡൊമൈൻ ഓഫ് എത്തനോഗ്രഫി. ഫസ്റ്റ് പാർട്ടിൽ ഡൊമൈൻ ഓഫ് എത്തനോഗ്രഫി ആണ്. എത്തനോഗ്രഫിയുടെ ആ മണ്ഡലം വേർ ഹി പ്രസൻസ് മെറ്റീരിയൽ ബേസ്ഡ് ഓൺ ഹിസ് ഓൺ ഫീൽഡ് വർക്ക്. അദ്ദേഹത്തിന്റെ തന്നെ ഫീൽഡ് വർക്കിന്റെ മെറ്റീരിയൽ ബേസ് ആണ് അവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫീൽഡ് വർക്ക് ഈസ് മെയിൻലി ഡൺ എമംഗ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. അദ്ദേഹം അവിടെ ഇതിനായിട്ട് ചെയ്ത ഫീൽഡ് വർക്കൊക്കെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ ഇടയ്ക്ക് തന്നെ ചെയ്തതാണ്. ദ സെക്കൻഡ് പാർട്ട് ഈസ് പ്രിഡോമിനന്റ്ലി ഇൻഡിയോളജിക്കൽ. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡിയോളജിക്കൽ ആണ്, അല്ല ഇന്ത്യയിലെ കൾച്ചർ, മറ്റു കാര്യങ്ങൾ, ഓർഗനൈസേഷൻസ്, ലിവിങ് വേ, അതൊക്കെ പഠിക്കുക എന്നുള്ളത്. സെക്കൻഡ് പാർട്ട് ഈസ് പ്രിഡോമിനന്റ്ലി ഇൻഡിയോളജിക്കൽ വേർ ഹി പ്രസൻസ് ആൻ അക്കൗണ്ട് ഓഫ് ദ തിയറി ആൻഡ് പ്രാക്ടീസസ് ഓഫ് ഹിന്ദു സോഷ്യൽ ലൈഫ്. അപ്പൊ ഈ സെക്കൻഡ് പാർട്ട് ഇൻഡിയോളജിക്കൽ ആണ്. അതിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന മുഖ്യ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തിയറി ആൻഡ് പ്രാക്ടീസസ് ഓഫ് ഹിന്ദു സോഷ്യൽ ലൈഫ്. ഹിന്ദു സോഷ്യൽ ലൈഫിന്റെ തിയറി ആൻഡ് പ്രാക്ടീസസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. തേർഡ് പാർട്ട് ഡീൽസ് വിത്ത് സോഷ്യൽ ഹിസ്റ്ററി. തേർഡ് പാർട്ടിൽ സോഷ്യൽ ഹിസ്റ്ററിയാണ് ഡീൽ ചെയ്തേക്കണം. ബോസ് കണ്ടക്ടഡ് ഹിസ് ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ഫീൽഡ് റിസർച്ച് അമംഗ് ദ യങ് ട്രൈബ്സ്മാൻ ഓഫ് ഒറീസ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇൻഡിപെൻഡന്റ് ഫീൽഡ് റിസർച്ച് അദ്ദേഹം നടത്തിയത് ട്രൈബ്സ്മെൻ ആണ്. അവരുടെ പേര് ഏത് ട്രൈബ്സ് ആണ്? ആ ട്രൈബ്സിന്റെ പേരാണ് ജോങ്, JUANG, ജോങ്. ട്രൈബ്സ്മെൻ ഓഫ് ഒറീസ. ഒറീസയിലെ ട്രൈബ്സ്മെൻ ആണ് അവർ. അവരുടെ ഇടക്കാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫീൽഡ് വർക്ക് നടത്തിയത്. ഹു പ്രാക്ടീസ്ഡ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അപ്പൊ ഈ ട്രൈബ്സ് ആളുകളുടെ പ്രത്യേകത അവര് ചെയ്തിരുന്നത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആണ്. ബോസ് വാസ് സ്ട്രക്ക് ബൈ ദ ഫാക്ട് ദാറ്റ് ഓൾദോ ജങ്സ് വെർ ഔട്ട്സൈഡ് ദ ഫോൾഡ് ഓഫ് ഹിന്ദുയിസം. അപ്പൊ ഈ ജങ്സ് എന്നുള്ള ഗോത്രവർഗക്കാര് ഹിന്ദുയിസത്തിന് പുറത്തുള്ള ആളുകളായിരുന്നു, ആ വിശ്വാസത്തിന് പുറത്തുള്ളവരായിരുന്നെങ്കിലും there were clear indications the Hindu religious ideas had penetrated their culture. പക്ഷെ അവിടെ അദ്ദേഹത്തിന് വളരെയധികം വ്യക്തമായിട്ടുള്ള ഇൻഡിക്കേഷൻസ് കിട്ടി. ഹിന്ദു റിലീജിയസ് ഐഡിയാസ്, അവര് ഹിന്ദുയിസത്തിന് പുറത്തുള്ള ആളുകളായിരുന്നെങ്കിലും ഹിന്ദു റിലീജിയസ് ഐഡിയാസ് അവരുടെ കൾച്ചറിൽ ഇഴുകി ചേർന്നിട്ടുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പൊ അതിന് എക്സാമ്പിൾസ് ആണ് ദേ ബാത്ത് ഇൻ ദ മോർണിംഗ്, the offering of sun-dried rice, the term Satya, Devada Dharma, all prove how strongly young religious communities have been influenced by those of the neighboring Brahmanical people. അപ്പൊ ഈ ജോങ് ഗോത്രക്കാർ താമസിക്കുന്നതിന് അടുത്തുള്ള ബ്രാഹ്മണിക്കൽ പീപ്പിൾ എന്തൊക്കെ ചെയ്തിരുന്ന് ഹിന്ദുയിസത്തിലൂടെ ആ ആചാരങ്ങളൊക്കെ ഇവരും ഫോളോ ചെയ്യണതായിട്ട് ബോസ് കണ്ട്. യെറ്റ് ദേ ഹാവ് ദെയർ ഓൺ ലാംഗ്വേജ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ യോങ്ങിന്, ഈ ഗോത്രവർക്കാർക്ക് അവരുടേതായ ഭാഷയുണ്ട്. ദേ പെർഫോം ദെയർ മാരേജ് ആൻഡ് ഫ്യൂണറൽ കസ്റ്റംസ് ഓൾ ബൈ ദംസെൽവ്സ്. അവര് മാരേജും അതുപോലെ ഫ്യൂണറൽ കസ്റ്റംസ് ഒക്കെ അവർ തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷെ ഈറ്റ് ബീഫ് ആൻഡ് ആർ നോട്ട് കൺസിഡേർഡ് ബൈ ദ ഹിന്ദുസ് ടു ബി വൺ ഓഫ് ദ ഹിന്ദു കാസ്റ്റ്. അപ്പൊ ഹിന്ദു കാസ്റ്റിലുള്ള ഹിന്ദുസ്
ബീഫ് കഴിക്കില്ല. പക്ഷെ ഈ ജങ്സ് അങ്ങനെയല്ല, അവര് ബീഫ് കഴിച്ചിരുന്നു. അപ്പൊ ചില ആചാരങ്ങൾ അവർ ബ്രാഹ്മണിക്കൽ ആചാരങ്ങൾ സ്വീകരിച്ചിരുന്നു. പക്ഷെ മറ്റു ചിലത് അങ്ങനെയല്ല, വേറെ രീതിയിലും അവർ നടത്തിയിരുന്നു. ദിസ് ബ്രീഫ് spell of field research gave him the basic insight into the ways tribes were being absorbed into the fold of Hindu caste-based society. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന് ഒരു ബേസിക് ഇൻസൈറ്റ് കിട്ടി ഇൻ ദ വേസ് ട്രൈബ്സ് വെയർ ബീങ് അബ്സോർബ്ഡ് ഇൻ ടു ദ ഫോൾഡ് ഓഫ് ഹിന്ദു കാസ്റ്റ് ബേസ്ഡ് സൊസൈറ്റി. ഹിന്ദു കാസ്റ്റ് ബേസ്ഡ് സൊസൈറ്റിയിൽ നിന്ന് ഉള്ള ചില കാര്യങ്ങൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ അദ്ദേഹത്തിന് വ്യക്തമായി. ബോസ് ഷോസ് ദാറ്റ് ദ ഇൻഫ്ലുവൻസ് ഓഫ് Aryan or Brahminical civilization has been greater in both extent and depth among the Mundas and Orans that the Jungs or Savaras. അപ്പൊ അതുപോലെ തന്നെ വേറെ ഫീൽഡ് വർക്ക് നടത്തിയത് അതും പല ഗോത്രവർഗങ്ങളാണ്, മുണ്ടാസ്, അത് ഓറൻസ് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അവരിലും അദ്ദേഹം ഇതുപോലെയുള്ള ചില ജീവിത രീതികളൊക്കെ കണ്ടുപിടിച്ചു. ഇറ്റ് ഈസ് ത്രൂ ഇൻഫ്ലുവൻസ് ഓഫ് ദിസ് കൈൻഡ് ദാറ്റ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ബിക്കം ഇൻക്രീസിംഗ്ലി ആർട്ടിക്കുലേറ്റഡ് വിത്ത് ദ വൈഡർ സൊസൈറ്റി. അപ്പോൾ വൈഡർ സൊസൈറ്റി ആയിട്ട് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് അതിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്, അവരാൽ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്, അവരുടെ സ്വഭാവങ്ങൾ ചിലത് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ദ പ്രോസസ് വാസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ ഹിന്ദു മെത്തേഡ് ഓഫ് ട്രൈബൽ അബ്സർവേഷൻ ആൻഡ് അക്കോർഡിംഗ് ടു ബോസ് ഇറ്റ് എനേബിൾഡ് മാർജിനൽ കമ്മ്യൂണിറ്റീസ് ടു ബിക്കം എ പാർട്ട് ഓഫ് ഹിന്ദു സൊസൈറ്റി വിത്തൗട്ട് റിക്വയറിംഗ് ദം ടു അബണ്ടൻ ഓൾ ദെയർ പർട്ടിക്കുലർ കസ്റ്റംസ്. അപ്പൊ ഈ മാർജിനൽ കമ്മ്യൂണിറ്റീസ് അവര് മറ്റേ അവിടെയുള്ള മെയിൻ കമ്മ്യൂണിറ്റീസിന്റെ ആ മാർജിനൽ ഏരിയയിൽ താമസിക്കുന്ന ആ ഗോത്രവർഗക്കാര് അവിടുത്തെ മെയിൻ കമ്മ്യൂണിറ്റി ഹിന്ദു സൊസൈറ്റിയുടെ ആചാരങ്ങളും മറ്റും പലതും വശവത്താക്കുന്നതായിട്ട് മനസ്സിലാക്കി, അതിലേക്ക് ആകർഷിതരായി അത് അബ്സോർവ് ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. ദ ഹിന്ദു മെത്തേഡ് ഓഫ് ട്രൈബൽ അബ്സോർപ്ഷൻ. അങ്ങനെ അദ്ദേഹം ആ പ്രോസസ്സ് ഇവിടെ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുകയുണ്ടായിരുന്നു. ഇനി ഓരോ സ്ഥലങ്ങളിലും അദ്ദേഹം പോയിട്ട് പല ട്രൈബൽ ഏരിയയും വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ട്രൈബൽ സ്റ്റഡീസിനെ കുറിച്ചൊക്കെ സെൽഫ് റീഡിങ് മതി അത് മനസ്സിലാക്കാനായിട്ട്. ബിസൈഡ്സ് ബോസ് വാസ് ഡീപ്ലി ഇൻട്രസ്റ്റഡ് ഇൻ ദ സ്റ്റഡി ഓഫ് ആർക്കിടെക്ചർ, ഇന്ത്യൻ സിവിലൈസേഷൻ, കാസ്റ്റ് സിസ്റ്റം. അപ്പൊ ഇതിനൊക്കെ പുറമെ അദ്ദേഹം വളരെയധികം ഡീപ്ലി ഇൻട്രസ്റ്റഡ് സ്റ്റഡി നടത്തിയിട്ടുള്ളതാണ് ആർക്കിടെക്ചർ, അതുപോലെ ഇന്ത്യൻ സിവിലൈസേഷൻ, കാസ്റ്റ് സിസ്റ്റം ഒക്കെ. ഡ്യൂറിംഗ് ഹിസ് ലൈഫ് ടൈം അറ്റ് പ്യൂരി ഇൻ ഒറീസ, ബോസ് കെയിം ഇൻ കോണ്ടാക്ട് വിത്ത് എ ടെമ്പിൾ ആർക്കിടെക്ട് ഹു ഇനിഷ്യേറ്റഡ് ബോസ് ടു ദ ട്രഡീഷണൽ canons of Orissa architecture. He learned from the field that a student of civilization will have to integrate information from various levels, the text as well as the product of arts. The elegance of ancient Orisian temples fascinated Bose so much that he started giving lectures on these temples to the visitors of Puri. Bose has written അതോറിറ്റേറ്റീവ്ലി ഓൺ ടെമ്പിൾ ആർക്കിടെക്ചർ. അപ്പൊ വളരെ ഇങ്ങനെ ഈ ആർക്കിടെക്ചർ വർക്ക് അവിടെ ഇവിടെയുള്ളതൊക്കെ പോയി അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ട് ബോസ് ഹാസ് റിട്ടൺ അതോറിറ്റേറ്റീവ്ലി ഓൺ ടെമ്പിൾ ആർക്കിടെക്ചർ. ടെമ്പിൾ ആർക്കിടെക്ചറിനെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് തന്നെ അദ്ദേഹം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. എ സബ്ജക്ട് ദാറ്റ് വാസ് വെരി ഡിയർ ടു ഹിസ് ഹാർട്ട്. അപ്പൊ ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ആർക്കിടെക്ചർ എന്നുള്ളത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഒത്തിരി കാര്യങ്ങൾ അമ്പലത്തിലെ ടെമ്പിൾ ആർക്കിടെക്ചറിനെ കുറിച്ച് അദ്ദേഹം വളരെ നന്നായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. He had an abiding interest in the material culture of the tribal people and wrote with the professional skill technology of shifting cultivation and on various crafts such as soil pressing, pottery and weaving. അപ്പൊ ഈ ട്രൈബൽ പീപ്പിളിന്റെ പല വ്യവസായങ്ങളും നേരിൽ പോയി കണ്ട് മനസ്സിലാക്കി അവരുടെ ആ ജീവിത രീതി മനസ്സിലാക്കിയത് കൊണ്ട് ഹി വിത്ത് പ്രൊഫഷണൽ സ്കിൽ ടെക്നോളജി ഓഫ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, അതുപോലെ വേരിയസ് ക്രാഫ്റ്റ്സ് സച്ച് ആസ് സോയിൽ പ്രസിംഗ്, പോട്ടറി ആൻഡ് വീവിങ്, ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്തത് കാസ്റ്റ് സിസ്റ്റമാണ്. വിത്ത് റെസ്പെക്ട് ടു കാസ്റ്റ് സിസ്റ്റം ബോസ് ഡ്രോസ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വർണ്ണ സിസ്റ്റം ആൻഡ് സെവറൽ ജാതീസ് ദാറ്റ് ഓപ്പറേറ്റ് അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻസ്. N.K. Bose was appointed Commissioner of Scheduled Caste and Scheduled Tribes in 1967. 1967 അദ്ദേഹം
ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ കമ്മീഷണറായിട്ട് നിയമിതനായി. Among others, he was chiefly engaged with monitoring their social and economic condition, social security in different parts of the country. അപ്പൊ അദ്ദേഹം ഈ വക കാര്യങ്ങളൊക്കെ അവരുടെ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ അവരുടെ കാര്യങ്ങൾ, സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻ, സെക്യൂരിറ്റി ഒക്കെ വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചിരുന്നു. ഹിസ് കോൺട്രിബ്യൂഷൻ ടവേഴ്സ് നേഷൻ ബിൽഡിംഗ് ഈസ് എവിഡന്റ് ഇൻ ദ എഫേർട്സ് ദാറ്റ് ഹി മെയ്ഡ് ടവേഴ്സ് അമീലിയോറേറ്റിംഗ് ദെയർ കണ്ടീഷൻ. അപ്പൊ ഈ താഴ്ന്ന ജാതിക്കാരുടെ ജീവിത രീതിയെ മെച്ചപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം വളരെയധികം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ബോസ് കമ്പയർഡ് ദ കണ്ടീഷൻ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ ഇന്ത്യ വിത്ത് ദോസ് ഇൻ യൂറോപ്യൻ കൺട്രീസ്. ദ ഷാർപ്പ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ടു ഈസ് attributed to deep-rooted hierarchy and stratification in Indian society. ഹൈറാർക്കി ആൻഡ് സ്ട്രാറ്റിഫിക്കേഷൻ ഒപ്പോസ് ടു സോഷ്യൽ ചേഞ്ച് ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിലെ സോഷ്യൽ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന രണ്ട് ഘടകങ്ങളാണ് ഹൈറാർക്കി അതുപോലെ സ്ട്രാറ്റിഫിക്കേഷനും. ബോസ് വാസ് ക്രിട്ടിക്കൽ ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. അദ്ദേഹം ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിനെ വിമർശിച്ചിട്ടുണ്ട്. ഹി വാസ് കമ്മിറ്റഡ് ടു ദ ഐഡിയ ഓഫ് ഈക്വാലിറ്റി എമംഗ് കാസ്റ്റേഴ്സ്. കാസ്റ്റുകളുടെ ഇടക്ക് തുല്യത ഉണ്ടായിരിക്കണം, വിഭിന്നത പാടില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരനായിരുന്നു അദ്ദേഹം. ഹി ഫെൽറ്റ് ദാറ്റ് ഗാന്ധിസ് വേ ഓഫ് ബ്രിങ്ങിങ് സോഷ്യൽ ഇക്വാളിറ്റി ആൻഡ് ജസ്റ്റിസ് വാസ് ഹോളിസ്റ്റിക്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഗാന്ധിജിയുടെ വഴികളാണ് ഏറ്റവും നല്ലത്, തുല്യതയും ജസ്റ്റിസും ഒക്കെ കൊണ്ടുവരാനായിട്ട് ഏറ്റവും നല്ലത് ഗാന്ധി മാർഗം സ്വീകരിക്കുകയാണ്. ബോസ് വാസ് ഇൻ കംപ്ലീറ്റ് അഗ്രിമെന്റ് വിത്ത് ഗാന്ധിസ് നോഷൻ ഓഫ് ട്രസ്റ്റ്ഷിപ്പ് ആൻഡ് ഫേവേർഡ് ദ ഐഡിയ ഓഫ് ബിൽഡിംഗ് എ ട്രസ്റ്റിഷിപ്പ് ഓഫ് വെൽത്ത്. അപ്പൊ അദ്ദേഹം ഗാന്ധിയുടെ ഐഡിയ, ട്രസ്റ്റിഷിപ്പിനെ കുറിച്ചുള്ള ഐഡിയ അദ്ദേഹം വളരെയധികം സ്വീകരിച്ചിട്ടുള്ളതാണ്. അത് വളരെ നല്ലൊരു ആശയമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ദിസ് വുഡ് എനേബിൾ ദ പുവർ ടു ബെനിഫിറ്റ് ഫ്രം കളക്റ്റീവ് വെൽത്ത് വിത്തൗട്ട് ബീയിങ് ഒബ്ലൈസ് ടു ദ റിച്ച്. അപ്പൊ ഇങ്ങനെ ഒരു ട്രസ്റ്റിഷിപ്പ് ഉണ്ടെങ്കിൽ പാവപ്പെട്ടവരുടെ ബെനിഫിറ്റ് അവരുടെ ഉയർച്ച, ക്ഷേമം ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ പറ്റും. അവർക്ക് വേണ്ടി ഒരു ക്ഷേമനിധി കാഴ്ചവെക്കുന്നത് എപ്പോഴും നല്ലതാണെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു ബോസ്. This would enable the poor to benefit from collective wealth without being obliged to the rich. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് വർക്ക് കൾച്ചർ ആന്ത്രോപോളജി, അതുപോലെ കൾച്ചർ ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ, ദ സ്ട്രക്ചർ ഓഫ് ഹിന്ദു സൊസൈറ്റി ആർ ദ ഇമ്പോർട്ടന്റ് വർക്ക് ഓഫ് NK Bose.